നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫിനെ പറ്റിയാണ്. എന്താണ് ഒരു ഗ്രാഫ്? അപ്പോ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് it is a graph G is defined to be a pair V, E, where V is the set of vertices and E is the set of edges. E is the set of edges. അപ്പോ വെർട്ടിസുകളുടെയും എഡ്ജിന്റെയും കൂടെ പെയറാണ് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഡെഫിനേഷൻ അങ്ങനെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വേറെ എന്തോ ആണ് ഗ്രാഫ് എന്ന് തോന്നും. അപ്പോ ഗ്രാഫിന്റെ ഡെഫിനേഷൻ ഇതാണ്. അയാള് ഇസ് എ പെയർ ഓഫ് vertices, set of vertices and set of edges. ഇനി ഒരു എഡ്ജ് എന്ന് പറയുന്നത് രണ്ട് വേർട്ടെക്സുകളുടെ ഇടയിലുള്ള ഒരു പെർട്ടിക്കുലർ ലൈനാണ്. ഇറ്റ് ഇസ് an edge. Edge is എന്താണ്? a line between a pair of vertices. പിന്നെ പെയർ ഓഫ് വെർട്ടിസസ്, ഒരു വെർട്ടിസസിന്റെ ഇടയിലുള്ള ഒരു എന്താണ് ഒരു ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഡ്ജ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ ദേ കണ്ടോ, കുറച്ച് വേർട്ടെക്സുകൾ. അതെങ്ങനെ വേണോ വരാൻ കേട്ടോ, എങ്ങനെ വേണോ വരാം. കുറെ വേർട്ടെക്സുകളുടെ കളക്ഷൻ. ഈ വേർട്ടെക്സുകളുടെ ഇടയിൽ വരുന്ന ആളാണ് നിങ്ങളുടെ എഡ്ജ് എന്ന് പറയുന്നത്. വേർട്ടെക്സുകളുടെ ഇടയിൽ വരുന്ന ആളാണ് എഡ്ജ് എന്ന് പറയുന്നത്. കഴിഞ്ഞു. ഇതാണ് നിങ്ങളുടെ ഗ്രാഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. നോക്കുക, എല്ലാ വേർട്ടെക്സിന്റെ ഇടയിലും എഡ്ജ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എഡ്ജ് വരുന്നത് രണ്ട് വേർട്ടെക്സിന്റെ ഇടയിലാണെന്നേ ഉള്ളൂ. ആ ലൈനുകളെ, ഈ ഒരു ലൈൻ ഇപ്പൊ ഞാനിപ്പോ മാർക്ക് ചെയ്യാം. 1 2 3 4 5 6. അപ്പൊ വേർട്ടെക്സുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് 1 2 3 4 5 6 കഴിഞ്ഞു. ഇനി എഡ്ജുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത്, എഡ്ജുകളുടെ കളക്ഷൻ 1ഉം 2ഉം തമ്മിൽ എഡ്ജ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പറയും 1 2, ഇതൊരു എഡ്ജാണ്. 3ഉം 4ഉം തമ്മിൽ എഡ്ജ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പറയും 3ഉം 4ഉം തമ്മിൽ എഡ്ജ് ഉണ്ട്. ഇനി അടുത്ത 2ഉം 5ഉം തമ്മിൽ എഡ്ജ് ഉണ്ടല്ലോ. 2ഉം 5ഉം തമ്മിൽ എഡ്ജ് ഉണ്ട്. ദിസ് ഇസ് സെറ്റ് ഓഫ് എഡ്ജസ് ആൻഡ് സെറ്റ് ഓഫ് വെർട്ടിസസ്. ഇയാളാണ് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെഫിനിഷനിൽ നിന്ന് ഡിഫറൻ്റ് ഒന്നും അല്ല എങ്കിലും നമ്മൾക്ക് മനസ്സിൽ തോന്നിയ ഒരു കൺസെപ്റ്റ് വേറെയാണല്ലോ. അപ്പൊ ഇതാണ് ഒരു ഗ്രാഫ്. Graph is a set of, it's a pair where V is a set of vertices and E is a set of edges, where edges are between two pair of vertices. Edges are between two pair of vertices. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ എഡ്ജുകൾക്ക് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ നോക്കുക, ഞാനിപ്പോ ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫ് വരച്ചപ്പോൾ ഇയാൾക്ക് എഡ്ജുകൾക്ക് ഡയറക്ഷൻ ഒന്നുമില്ല. ഞാനത് പറഞ്ഞു തന്നിട്ടുമില്ല. ഇനി ഇയാൾക്ക് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ, ഞാനിപ്പോ കുറച്ച് ഡയറക്ഷൻസ് വെറുതെ മാർക്ക് ചെയ്യാണ്. 2 5 എന്ന വെർട്ടെക്സിന്റെ ഡയറക്ഷൻ ഇതാണ്. 3 4 എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പൊ എല്ലാ എല്ലാ എഡ്ജുകൾക്കും ഡയറക്ഷൻ കൊടുത്തു. എഡ്ജുകൾക്കും ഡയറക്ഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് വെറും ഗ്രാഫ് അല്ല, ഇറ്റ് ഇസ് എ ഡയറക്റ്റഡ് ഗ്രാഫ്. A directed graph is a graph where each edge has a direction. എല്ലാ എഡ്ജിനും ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കും. എല്ലാ എഡ്ജുകൾക്കും ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കും. ഈ ഡയറക്റ്റഡ് ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പൊ ഡയറക്ഷൻ ഇല്ലാത്ത ഗ്രാഫ് ആണെങ്കിൽ 1 2 എന്ന് എഴുതിയാലും 2 1 എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ്. 1ന്റെ 2ന്റെ ഇടയിലുള്ള എഡ്ജ് എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. എഡ്ജ് എന്ന മീനിങ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ മീനിങ് ഒന്നുമില്ല. ഡയറക്ഷൻ ഇല്ല എങ്കിൽ ഈ ഓർഡർ ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് അത് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. 1 2 എന്നോ 2 1 എന്നോ എഴുതിക്കാം. പക്ഷേ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ആ വേർട്ടെക്സ് തുടങ്ങുന്നത്, മീൻസ് ആ എഡ്ജ് തുടങ്ങുന്നത് 1ഉം തീരുന്നത് 2ഉമാണ്. That is, the initial point we will call it as source and the final point we will call it as sink. Source and sink. ഓക്കെ, അപ്പോൾ ആ വേർട്ടെക്സിന്റെ ആ എഡ്ജിന്റെ ഇനീഷ്യൽ വേർട്ടെക്സ് എന്ന് പറയുന്നത് സോഴ്സ് എന്നും ഫൈനൽ വേർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? സിങ്ക് എന്ന് നമ്മൾ പറയും. ആൻഡ് ദിസ് 1 2 ഓൾസോ റെപ്രസെന്റ്സ് വാട്ട്? ദ ഡയറക്ഷൻ. 1ൽ തുടങ്ങി 2ൽ അവസാനിക്കണം. നൗ ഈ 2ന്റെ 5ന്റെ ഇടയിലുള്ള എഡ്ജിന് 5ൽ നിന്ന് 2ലേക്കാണ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ അയാളെ മാർക്ക് ചെയ്യേണ്ടത് 5 2 എന്നാണ്. പിന്നെ 3ൽ നിന്ന് 4ലേക്ക് പോകുന്നുണ്ട്, അയാളെ നമ്മൾ 3 4 എന്ന് മാർക്ക് ചെയ്യണം. ഇതാണ് ഡയറക്റ്റഡ് ഗ്രാഫിന്റെ പ്രത്യേകത.
ഡയറക്റ്റഡ് ഗ്രാഫിന്റെ പ്രത്യേകത അതിലെ ഇനീഷ്യൽ പോയിന്റ് അതിന്റെ ഓർഡർ നമ്മളൊരു കോർഡിനേറ്റ് ഓർഡേർഡ് പെയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അയാളുടെ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ആള് സോഴ്സും സെക്കൻഡ് ആള് സിങ്കും. പക്ഷെ ഡയറക്ഷൻ ഇല്ലാത്ത സാധാ ഗ്രാഫ് ആണെങ്കിൽ അതൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമല്ല. നൗ നെക്സ്റ്റ് നമ്മൾ പറയുന്ന വേറൊരു ഡെഫിനിഷൻ ആണ്, രണ്ട് വേർട്ടെക്സുകൾ എപ്പോ അഡ്ജസന്റ് ആവും. ഓക്കെ, അത് ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു ഡെഫിനേഷൻ ആണ്. അപ്പൊ അതിനെ പറ്റി പറയാം. Two vertices are adjacent. If there is an edge between them. രണ്ട് വേർട്ടെക്സുകൾ അഡ്ജസന്റ് ആകണമെങ്കിൽ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ രണ്ട് വേർട്ടെക്സുകൾ അഡ്ജസന്റ് ആവത്തുള്ളൂ. രണ്ട് വെർട്ടെക്സുകൾ അഡ്ജസന്റ് ആകണമെങ്കിൽ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു എഡ്ജ് ഉണ്ടാകണം. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫിഗറില് 1ന്റെയും 2ന്റെയും ഇടയിൽ എഡ്ജ് ഉണ്ട്. അപ്പൊ 1 and 2 ആർ അഡ്ജസന്റ് എന്ന് നമുക്ക് പറയാം. പക്ഷെ 2ന്റെയും 4ന്റെയും ഇടയിൽ എഡ്ജ് ഇല്ല. അതുകൊണ്ട് 2 and 4 ആർ നോട്ട് അഡ്ജസന്റ്. എന്ന് നമ്മൾ പറയും. അപ്പൊ 1ഉം 2ഉം അഡ്ജസന്റ്, 2ഉം 4ഉം അഡ്ജസന്റ് അല്ല. ബേസിക് ഡെഫിനിഷനുകളാണ്. ഒരു വെർട്ടെക്സുകളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ഡെഫിനിഷൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ അഡ്ജസന്റും അഡ്ജസന്റ് അല്ലാത്തതും ആയിട്ടുള്ള വെർട്ടെക്സുകളെ കിട്ടി. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ടോപ്പോളജിക്കൽ സോർട്ടിംഗ്. അതായത് വേറൊന്നുമല്ല, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടല്ലോ, ഈ ഗ്രാഫിന്റെ വേർട്ടെക്സുകളെ നിങ്ങൾക്ക് സോർട്ട് ചെയ്യണം. നിങ്ങൾ സോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ പണ്ട് ടോപ്പോളജിക്കൽ സോർട്ടിംഗ് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരാളാണ് ഈ ഒരു പുള്ളിക്കാരൻ. അങ്ങനത്തെ ഒരാളാണ് ടോപ്പോളജിക്കൽ സോർട്ടിംഗ്. എന്താണ് ടോപ്പോളജിക്കൽ സോർട്ടിംഗ്? വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് the way of representing the vertices of a graph in an order. ഗ്രാഫിന്റെ വേർട്ടസിസുകളെ ഒരു ഓർഡറിൽ റെപ്രസെന്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതില് B1 ശേഷം B2 എഴുതണമെങ്കിൽ B1 B2 എന്ന് പറയുന്ന എഡ്ജ് ഗ്രാഫിൽ വേണം. ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ അങ്ങനെ B1 കഴിഞ്ഞിട്ട് നമ്മൾ B2 എഴുതണം. അതായത് ഓർഡർ ഓഫ് B1 ലെസ് ദാൻ ഓർഡർ ഓഫ് B2 എന്ന് എഴുതണമെങ്കിൽ B1 B2 എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ എഡ്ജ് ഇയിൽ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഓർഡർ ഓഫ് B1 ലെസ് ദാൻ ഓർഡർ ഓഫ് B2. എന്ന് എഴുതണമെങ്കിൽ ആ എഡ്ജ് അവിടെ വേണം. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫിന്റെ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എഴുതണം. ABDEEF എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫിന്റെ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എഴുതണം. നമ്മൾ നോക്കുക, നമുക്ക് എയിൽ ചുമ്മാ തുടങ്ങി നോക്കാം. എ കഴിഞ്ഞ് ബി, എക്കും ബിക്കും എഡ്ജുകളുണ്ട്, ഇടയിൽ എഡ്ജ് ഉണ്ട്. അപ്പൊ എ കഴിഞ്ഞ് ബി എഴുതാം. ബിക്കും ഡിക്കും ഇടയിൽ എഡ്ജ് ഉണ്ട്. അപ്പൊ ബി കഴിഞ്ഞ് ഡി എഴുതാം. ഡി കഴിഞ്ഞ് ഇ എഴുതാം. കാരണം ഡിയും ഇയും തമ്മിൽ എഡ്ജ് ഉണ്ട്. അതിനുശേഷം ഇ കഴിഞ്ഞ് നമുക്ക് എഫ് എഴുതാം. കണ്ടല്ലേ? അപ്പൊ ABDEF. ഇവിടെ നോക്കുക, നമുക്ക് അത് മാത്രമല്ല, ഇനിയിപ്പോ എയിൽ തുടങ്ങും AC, സി കഴിഞ്ഞ് ഇ കഴിഞ്ഞ് എഫ്. അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് ഈ ബിനെയും ഡിനെയും വെറുതെ വിടേണ്ടി വരുന്നു. ഇവിടെ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് നടക്കത്തില്ല. കാരണം എന്താണ്, നമുക്ക് ആ ഒരു പാർട്ടിക്കുലർ എല്ലാ വേർട്ടെക്സുകളെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോ നമ്മൾ പറയുന്നത് ABDEF അതാണ് ടോപ്പോളജിക്കൽ സോർട്ടിംഗ്. സിനെ നമുക്ക് വിടേണ്ടി വരും. നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഇനി അല്ല എങ്കിൽ ഇയാളെ നമ്മൾ വേറെ രീതിയിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നത് നോക്കിക്കോളുക. ABC. ഓക്കെ, അതായത് ഈ പാർട്ടിക്കുലർ ലൈൻ ഉണ്ടല്ലോ, ഈ പാർട്ടിക്കുലർ ലൈന് നിങ്ങൾ നോക്കിക്കോളുക. ഇവിടെ എന്താണ് ഈ നടുവിലുള്ള ലൈൻ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഈ പാർട്ടിക്കുലർ ലൈൻ മൈൻഡ് ചെയ്യേണ്ട. ഈ ഓവർ ആയിട്ട് പോകുന്ന ലൈനുകളെ നിങ്ങൾ നോക്കിക്കോളുക. അത് നമ്മുടെ ഗ്രാഫിനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. നോക്കിക്കോളുക.
എയിൽ നിന്ന് സിയിലേക്ക് കണക്ഷൻ, എയിൽ നിന്ന് സിയിലേക്ക് കണക്ഷൻ. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് കണക്ഷൻ, ഡയറക്റ്റ് കണക്ഷൻ. എയിൽ നിന്ന് ബിയിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്, അത് ഇതാണ്. ഇനി ബിയിൽ നിന്ന് പിന്നെ കണക്ഷൻ ഡിയിലേക്ക് കണക്ഷൻ ഉണ്ട്, ഡിയിൽ നിന്ന് ഇയിലേക്ക് കണക്ഷൻ ഉണ്ട്. ബിയിൽ നിന്ന് ഡിയിലേക്കും ബിയിൽ നിന്ന് ഇയിലേക്കും കണക്ഷൻ ഉണ്ട്, അതെഴുതി. ഇനി സിയിൽ നിന്ന് ഇയിലേക്ക് കണക്ഷൻ ഉണ്ട്, സിയിൽ നിന്ന് ഇയിലേക്ക് മാത്രമേ കണക്ഷൻ ഉള്ളൂ, വേറെ കണക്ഷൻ ഇല്ല. ഇനി ഡിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഡിയിൽ നിന്ന് എഫിലേക്ക് കണക്ഷൻ ഉണ്ട്, ഡിയിൽ നിന്ന് ഇയിലേക്ക് കണക്ഷൻ ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇയെ നോക്കുകയാണെങ്കിൽ ഇയിൽ നിന്ന് എഫിലേക്ക് മാത്രമേ കണക്ഷൻ ഉള്ളൂ, അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു. നോക്കുക, എക്ക് ശേഷം ബി എഴുതാം. എയും ബിയും തമ്മിൽ എഡ്ജ് ഉണ്ട്, എയും ബിയും തമ്മിൽ എഡ്ജ് ഉണ്ട്. ഇനി ബിക്ക് ശേഷം നമുക്ക് ബിക്ക് ശേഷം സീനെ എഴുതിയിരിക്കുകയാണ്, ബിക്ക് ശേഷം സീനെ എഴുതിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ എ ഉണ്ടല്ലോ, ആദ്യത്തെ എയും സിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്, ആദ്യത്തെ എയും സിയും തമ്മിൽ എഡ്ജ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എക്ക് ശേഷം സി എഴുതാം, എക്ക് ശേഷം സി എഴുതാം. അപ്പൊ അതുകൊണ്ടാണ് എക്ക് ശേഷം സി എഴുതിയത്. അതായത് ബിയും സിയും തമ്മിൽ കണക്ഷൻ ഉള്ളത് കൊണ്ടല്ല നമ്മൾ ഇങ്ങനെ എഴുതിയത്, ബിക്ക് ശേഷം സി എഴുതിയത്. അപ്പൊ ബിക്ക് ശേഷം സി എഴുതുന്നതിനെ കാണിക്കാനാണ് ഈ ഒരു കണക്ഷൻ അവിടെ കൊടുത്തേക്കുന്നത്, അതിനുശേഷം സിക്ക് ശേഷം അടുത്ത് ഡി എഴുതിയിരിക്കുകയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിയും ഡിയും തമ്മിൽ എഡ്ജ് ഉണ്ട്, സിയും ഡിയും തമ്മിൽ എഡ്ജ് ഇല്ല. ബിക്ക് ശേഷം സി വരുന്നു എന്ന് കാണിക്കാനാണ് ഈ പാർട്ടിക്കുലർ എഡ്ജ് കൊടുത്തേക്കുന്നത്, സിക്ക് ശേഷം ഡി വരുന്നു എന്ന് കാണിക്കാനാണ് ഈ പാർട്ടിക്കുലർ എഡ്ജ് കൊടുത്തേക്കുന്നത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഡിയിൽ നിന്ന് ഇയിലേക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഡിയിൽ നിന്ന് ഇയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, അതായത് കണക്റ്റഡ് ആണ്, അതുകൊണ്ട് ഡിക്ക് ശേഷം ഇ കൊടുത്തു. ഇനി സിമ്പിൾ ആണ്, ഇക്ക് ശേഷം എഫ് കൊടുക്കാം, ഇയും എഫും കണക്റ്റഡ് ആണ്. അപ്പോ ആ ഒരു പാർട്ടിക്കുലർ കേസ് പറയുന്ന ഇത്രേ ഉള്ളൂ, ടോപ്പോളജിക്കൽ സോർട്ടിംഗ് പറയുന്ന ഇത്രേ ഉള്ളൂ. എന്താണ് V1ന്റെ ഓർഡർ, V1 ആദ്യം എഴുതിയിട്ട് V2 രണ്ടാമത് എഴുതണമെങ്കിൽ, V1ന്റെയും V2വിന്റെയും ഇടയിൽ ഒരു എഡ്ജ് ഉണ്ടാകും, അതാണ് ടോപ്പോളജിക്കൽ സോർട്ടിംഗ്. ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പഠിക്കാനില്ല, ഈ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് വലിയ ഇമ്പോർട്ടന്റും അല്ല. നമ്മൾ വേറൊരു ടോപ്പോളജിക്കൽ സോർട്ടിംഗ് പഠിച്ചിട്ടുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്, അതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അതൊന്ന് നോക്കിക്കോളൂ. ഇനിയുള്ളത് കുറച്ച് പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാംസിനെ പറ്റിയൊന്നും പഠിപ്പിക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് മാത്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. Now, next we are discussing about simple graph propagation algorithm. എന്താണ് സിമ്പിൾ ഗ്രാഫ് പ്രൊപ്പഗേഷൻ അൽഗോരിതം? അപ്പോ അതായത് സിമ്പിൾ ഗ്രാഫ് അൽഗോരിതം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു കൺസിഡർ ദ പ്രോബ്ലം ഓഫ് ഡിറ്റർമിനിങ് ഓൾ വെർട്ടിസസ് ഇൻ എ ഗ്രാഫ് റീച്ചബിൾ ഫ്രം എ ഗിവൺ സബ്സെറ്റ് ഓഫ് വെർട്ടിസസ്. വെർട്ടിസസിൽ നിന്ന് നമുക്ക് എന്താണ് മറ്റ് വെർട്ടിസുകളിൽ എത്താനുള്ള, അതായത് നമ്മൾ സിമ്പിൾ ഗ്രാഫ് അൽഗോരിതത്തിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ കാണുക. ഫോർ എക്സാമ്പിൾ, consider the problem of determining all vertices in a graph reachable from a given subset of vertices. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, ആ ഗ്രാഫിന്റെ കുറച്ച് വേർട്ടെക്സുകൾ നമ്മുടെ കയ്യിലെടുത്തു, നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ആ വേർട്ടെക്സുകളിൽ നിന്ന് നമുക്ക് സഞ്ചരിക്കാൻ സാധ്യതയുള്ള മറ്റ് വേർട്ടെക്സുകൾ, ആ വെർട്ടെക്സിൽ നിന്ന് നമുക്ക് സഞ്ചരിക്കാൻ സാധ്യതയുള്ള മറ്റ് വേർട്ടെക്സുകളെ എന്താണ് ഐഡന്റിഫൈ ചെയ്യുക, അതാണ് നമ്മുടെ ജോലി. അപ്പൊ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു, ജസ്റ്റ് ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഞാൻ ഈ ഗ്രാഫിന് നെയിം കൊടുക്കാം. 1 2 3 4 5 6
7, 8, 9. അപ്പൊ നമ്മുടെ കയ്യില് എന്താണ് ഒരു 9 വേർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫാണ് ഞാനിപ്പോ വരച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഈ വേർട്ടെക്സുകളിൽ നിന്ന് നിങ്ങൾ ഒരു കളക്ഷൻ എടുക്കുക. അതായത് ഞാനൊരു കളക്ഷൻ ഓഫ് വേർട്ടെക്സുകൾ എടുത്തു. 1, 4, 1, 4, 8. 1, 4, 8. അപ്പൊ ഇങ്ങനെ ഒരു കളക്ഷൻ ഓഫ് വേർട്ടെക്സ് എടുത്തു. ഈ വേർട്ടെക്സിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുന്ന മറ്റ് വേർട്ടെക്സുകൾ, ഈ വേർട്ടെക്സിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുന്ന മറ്റ് വേർട്ടെക്സുകളുടെ കളക്ഷൻ. Okay, consider the problem of determining all vertices in the graph reachable from a given subset of vertices. Given subset of vertices നിന്ന് നമുക്ക് പോകാൻ പറ്റുന്ന മറ്റ് വെർട്ടെക്സുകളുടെ കളക്ഷൻ എഴുതുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു കാര്യം ചെയ്യാം. ഒരു പർട്ടിക്കുലർ കേസ് ഒരു മാറ്റം വരുത്തുന്ന വേറെ ഒന്നുമല്ല, ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് 146 എന്ന് എടുക്കാം. 146. അപ്പൊ ഈ സെറ്റിങ്ങനെ എഴുതും. അപ്പൊ 146ൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ വെർട്ടെക്സിലേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പൊ നമ്മളിതൊരു വർക്കിംഗ് സെറ്റ് എന്നുള്ള രീതി കാണുക. വർക്കിംഗ് സെറ്റ്, ഇയാളാണ് വർക്കിംഗ് സെറ്റ്. ഈ വർക്കിംഗ് സെറ്റിലുള്ള ആൾക്കാരെല്ലാം ട്രൂ എന്ന് മാർക്ക് ചെയ്തിട്ട്, ഇപ്പൊ നിങ്ങളുടെ അൽഗരിതം പറയുന്ന ഒരു രീതിയാണ്, ഇത് തന്നെ വേണമെന്നില്ല. അൽഗരിതം പറയുന്നത് ഈ വെർട്ടെക്സ് സെറ്റിലുള്ള ആളിനെ, വർക്കിംഗ് സെറ്റ്, ഇയാളെയാണ് നമ്മൾ വർക്കിംഗ് സെറ്റ് എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് സെറ്റിലുള്ള ആളിനെ നമ്മൾ ട്രൂ ആണെന്ന് മാർക്ക് ചെയ്യുകയും ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സും ഫോൾസ് ആണെന്ന് മാർക്ക് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ വർക്കിംഗ് സെറ്റ് വലുതാക്കിക്കൊണ്ടിരിക്കണം. അതായത് ഇപ്പോ വർക്കിംഗ് സെറ്റ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വർക്കിംഗ് സെറ്റിലുള്ള എലമെന്റ് 1, ആദ്യത്തെ എലമെന്റ് 1 ആയിരുന്നല്ലോ. ഈ 1ന്റെ നെയ്ബേഴ്സ്, അതായത് 1നോട് അഡ്ജസന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? 1ന്റെ നെയ്ബേഴ്സ് അല്ലെങ്കിൽ 1നോട് അഡ്ജസന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? അപ്പൊ നോക്കുകയാണെങ്കിൽ 1ഉം 3ഉം അഡ്ജസന്റ് ആണ്, 1ഉം 4ഉം അഡ്ജസന്റ് ആണ്, 1ഉം 2ഉം അഡ്ജസന്റ് ആണ്. Therefore 1ന് ശേഷം നമ്മൾ 3 എന്നും 4 എന്നും 2 എന്നും ആഡ് ചെയ്യും. ഞാനിപ്പോ ഒരു ചെറിയ ഓർഡർ ഒന്ന് വ്യത്യാസപ്പെടുത്തുകയാണ്, കാരണം 4 ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആ 4 എന്ന് പറയുന്നത് അവസാനം എഴുതാൻ പോവുകയാണ്. 2, 4, 3, 2, 4 1ന് അഡ്ജസന്റ് ആയിട്ടുള്ള ആളെ. അപ്പൊ വർക്കിംഗ് സെറ്റിലെ ആദ്യത്തെ എലമെന്റ് അഡ്ജസന്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കിട്ടി. ഇനി വർക്കിംഗ് സെറ്റിലെ രണ്ടാമത്തെ എലമെന്റ് 4, അത് ഓൾറെഡി എഴുതി, അതിനെ ഇനി റിപ്പീറ്റ് ചെയ്യണ്ട. 4, ഈ 4ന് അഡ്ജസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതായത് 4നോട് എഡ്ജ് ഉള്ള ആൾക്കാരാണെന്ന് നോക്കാം. 4ന് 1ഉമായിട്ട് എഡ്ജ് ഉണ്ട്, അത് എഴുതണ്ട, ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 4ന് 5ഉമായിട്ട് എഡ്ജ് ഉണ്ട്, അപ്പൊ 4 കഴിഞ്ഞിട്ട് 5 എഴുതാം. പിന്നെ അല്ലാതെ 4 കഴിഞ്ഞിട്ട് വേറെ ആർക്കും എഡ്ജ് ഇല്ലല്ലോ, കഴിഞ്ഞു. അപ്പൊ 1, 3, 2, 4, 5. ഇനി അടുത്ത എലമെന്റ് 6, അത് അതേപോലെ എഴുതാം. 6ഉമായിട്ട് എഡ്ജ് ഉള്ള ആർക്കാണെന്ന് നോക്കാം. 6ന് 5ഉമായിട്ട് എഡ്ജ് ഉള്ളൂ, 5 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എഴുതണ്ട. 1, 3, 2, 2, 4, 5, 6. ഇനി അടുത്ത് ഇയാളെ വർക്കിംഗ് സെറ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഇതിൽ ഓരോരുത്തർക്കും ആരോടൊക്കെ എഡ്ജ് ഉണ്ടെന്ന് എഴുതി വെക്കുക. ആർക്ക് എഡ്ജ് ഉണ്ടെന്ന് അടുത്ത് ഇനി എഴുതുക. അതായത് വർക്കിംഗ് സെറ്റ് ഒന്നും കൂടെ എഴുതുകയാണ്. 1, ആദ്യത്തെ എലമെന്റ് 1. അപ്പൊ 1 എന്താണ് 3ഉമായിട്ട് 4ഉമായിട്ട് 2ആയിട്ട് എഡ്ജ് ഉണ്ട്, അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1, 3, 2, 4. 1, 3, 2, 4. 1, 3, 2, 4 കഴിഞ്ഞു. ഇനി ഇതാണല്ലോ ഇനി നമ്മുടെ ആദ്യത്തെ വർക്കിംഗ് സെറ്റ്. ഈ വർക്കിംഗ് സെറ്റിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അടുത്ത് എഴുതണം. ഇനി അടുത്ത് വർക്കിംഗ് സെറ്റിലുള്ള എലമെന്റ് ആണെന്നല്ലോ 3. അപ്പൊ 3യുമായിട്ട് റിലേഷൻ ഉള്ള ആരാണ്? 1ഉം 5ഉം. 1ഉം 5ഉം ഓൾറെഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഇനി 2ഉമായിട്ട് നോക്കുകയാണെങ്കിൽ 2ഉം 1ഉമായിട്ടാണ് റിലേഷൻ, അത് ഓൾറെഡി ഉണ്ട്. ഇനി അടുത്ത 4 നോക്കുകയാണെങ്കിൽ 4ഉം 5ഉം 4ഉം 1ഉമായിട്ടാണ് റിലേഷൻ, 1 ഉണ്ട് 5 ഉണ്ട്. ഓക്കെ, ഡൺ. ഇനി 5ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5ഉം 3ഉം 5ഉം 4ഉം 5ഉം 6ഉം 5ഉം 3ഉം 5ഉം 4ഉം 5ഉം 6ഉം 5ഉം 6ഉം ആൻഡ് ഫൈനലി 6ന് 5ഉമായിട്ട് മാത്രമാണ് റിലേഷൻ. അപ്പൊ നോക്കുക, വർക്കിംഗ് സെറ്റ് ആദ്യത്തെ എടുത്തു, രണ്ടാമത്തെ വർക്കിംഗ് സെറ്റ് എടുത്തു. ഈ രണ്ടാമത്തെ വർക്കിംഗ് സെറ്റ് എടുത്തപ്പോഴും എന്താണ് ആദ്യം എടുത്ത, അതായത് ഈ വർക്കിംഗ് സെറ്റിന് മുമ്പുള്ള വർക്കിംഗ് സെറ്റിന് ഈക്വൽ ആണ്. അപ്പൊ നമ്മുടെ പ്രൊസീജിയർ അവസാനിച്ചു. അതായത് ഈ ഗിവൺ സെറ്റിനോട് ചേർന്നുള്ള, അല്ലെങ്കിൽ ഈ ഗിവൺ സെറ്റിൽ നിന്ന് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന വേർട്ടെക്സിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് ദിസ് ഫൈനൽ വർക്കിംഗ് സെറ്റ് ആണ്.
ദിസ് ഫൈനൽ വർക്കിംഗ് സെറ്റ് ആണ്. അതായത് നമ്മൾ ചെയ്തത് എന്താണെന്ന് നോക്കുക. 1, 4, 6 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സബ്സെറ്റ് ഓഫ് വെർട്ടിസസുകൾ എടുത്തു. എന്നിട്ട് ഗ്രാഫിനെ അനലൈസ് ചെയ്തിട്ട് ഈ ഓരോരുത്തർക്കും അഡ്ജസന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാണെന്ന് അനലൈസ് ചെയ്തു. എന്നിട്ട് അവരെല്ലാം വർക്കിംഗ് സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തതിനു ശേഷം പുതിയ വർക്കിംഗ് സെറ്റ് കിട്ടും. ഈ പുതിയ വർക്കിംഗ് സെറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പുതിയ വർക്കിംഗ് സെറ്റില് എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഇനിയുള്ള കമ്പോണൻസിൽ ആരൊക്കെ ആയിട്ടാണ് റിലേഷൻ എന്നുള്ള കാര്യം അടുത്തിനി മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് രണ്ട് അഡ്ജസന്റ് ആയിട്ടുള്ള വർക്കിംഗ് സെറ്റുകൾ ഈക്വൽ ആയി വരികയാണെങ്കിൽ, രണ്ട് അടുത്തടുത്തുള്ള വർക്കിംഗ് സെറ്റുകൾ ഈക്വൽ ആയി വരികയാണെങ്കിൽ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യാം. ദാറ്റ് വിൽ ബി യുവർ ഫൈനൽ റിസൾട്ട്. അതായത് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ വേറൊരു വെർട്ടെക്സ് എ എന്നൊരു വെർട്ടെക്സ് ഇങ്ങനെ മാർക്ക് ചെയ്തു. 4ൽ നിന്ന് എ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോ 4ൽ നിന്ന് മാർക്ക് ചെയ്യണ്ട, 4ൽ നിന്ന് മാർക്ക് ചെയ്താൽ പ്രശ്നമാവും. നമുക്ക് സേ 5ൽ നിന്ന് മാർക്ക് ചെയ്യാം. 5ൽ നിന്ന് മാർക്ക് ചെയ്യാം എ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ വർക്കിംഗ് സെറ്റ് ചുമ്മാ ഒന്ന് കണ്ടു നോക്കാം. 1, 4, 6 ആണല്ലോ നമ്മുടെ വർക്കിംഗ് സെറ്റ്. 1, 4, 6. അപ്പോ ആദ്യത്തെ വർക്കിംഗ് സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 1ൽ നിന്ന് റിലേഷൻ ഉള്ള ആള്, 4ൽ നിന്ന് റിലേഷൻ ഉള്ള ആള്, 6ൽ നിന്ന് റിലേഷൻ ഉള്ള ആള്. 1ൽ നിന്ന് റിലേഷൻ ഉള്ളത് 3ക്കും 4നും 2നും 3, 4, 2 ഉണ്ട്. ഇനി അടുത്ത 4ന് റിലേഷൻ ഉള്ളത് 1ഉമായിട്ട് 5ഉമായിട്ടും. അപ്പോൾ 1 ഓൾറെഡി ഉണ്ട്, 5 ഇപ്പൊ എഴുതി. എന്നിട്ട് 6ന് റിലേഷൻ ഉള്ളത് 5ഉമായിട്ട് മാത്രം, അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അത് അത്രയും തീർന്നു കഴിഞ്ഞു. 1, 3, 2, 4, 5, 6. ഇനി അടുത്ത വീണ്ടും വർക്കിംഗ് സെറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അതായത് which is equal to 1ന് റിലേഷൻ ഉള്ളത് ഗ്രാഫിൽ നിന്ന് വ്യക്തമാണ്, 3ഉം 4ഉം 2ഉമായിട്ടാണ്. അപ്പൊ 3, 2, 4 എഴുതി. ഇനി അടുത്ത 3ക്ക് റിലേഷൻ ഉള്ളത് 5ഉം 1ഉമായിട്ടാണ്. 5ഉം 1ഉമായിട്ടാണ്, അതുകൊണ്ട് ഞാൻ 5 എഴുതി. 1 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 4ന് റിലേഷൻ ഉള്ളത് 1ഉം 5ഉമായിട്ടാണ്, 2 എഴുതിയിട്ടുണ്ട്. 2ന് വേറെ ആരുമായിട്ട് റിലേഷൻ ഇല്ല, കഴിഞ്ഞു. ഇനി 4നെ സംബന്ധിച്ചിടത്തോളം 4ന് റിലേഷൻ ഉള്ളത് 1ഉം 5ഉമായിട്ടാണ് എഴുതി. ഇനി 5ക്ക് റിലേഷൻ ഉള്ളത് 3ഉമായിട്ടുണ്ട്, 4ഉമായിട്ടുണ്ട്, 6ഉമായിട്ടുണ്ട്, 8ഉമായിട്ടുണ്ട്. അപ്പോ 3ഉമായിട്ടുണ്ട്, 4ഉമായിട്ടുണ്ട്, 6ഉമായിട്ടുണ്ട്, പിന്നെ അഡീഷണൽ എയുമായിട്ടുണ്ട്. അയാളെ നമ്മൾ വർക്കിംഗ് സെറ്റിൽ ആഡ് ചെയ്യണം. ഇനി അടുത്ത വീണ്ടും വർക്കിംഗ് സെറ്റ് എടുക്കാം. 1ന് ബൈ ഫിഗർ 1ന് റിലേഷൻ ഉള്ളത് 3ഉം 4ഉം 2ഉമായിട്ട്, അത് ഓൾറെഡി അവിടെ ഉണ്ട്. 3, 2, 4 1, 2, 3, 4 എന്ന് ഞാൻ എഴുതി. ഇനി 2ന് റിലേഷൻ ഉള്ളത് ആരുമായിട്ട് റിലേഷൻ ഇല്ല. 3ക്ക് റിലേഷനുമായിട്ടുള്ളത് 1ഉം 5ഉമായിട്ടാണ്, അത് എഴുതി. 4ന് റിലേഷൻ ഉള്ളത് 1ഉം 5ഉമായിട്ടാണ്, അത് എഴുതി. ഇനി 5ന് റിലേഷൻ ഉള്ളത് 3ഉമായിട്ടുണ്ട്, 4നുമായിട്ടും ഉണ്ട്, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ 6ഉമായിട്ടുണ്ട്, 8ഉമായിട്ടുണ്ട്. അപ്പൊ 6ഉമായിട്ടുണ്ട്, 8ഉമായിട്ടുണ്ട്. അപ്പൊ രണ്ട് അഡ്ജസന്റ് വർക്കിംഗ് സെറ്റ് ഈക്വൽ ആയിട്ട് വന്നു. അപ്പൊ നമുക്ക് പ്രോസസ് സ്റ്റോപ്പ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ദ കളക്ഷൻ ഓഫ് വെർട്ടിസസ് which is reachable from a given subset of vertices. ൽ നിന്ന് റീച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ 7, 8, 9 എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ വെർട്ടെക്സ് സെറ്റ് റീച്ചബിൾ അല്ല. ഈ പർട്ടിക്കുലർ സെറ്റിൽ നിന്ന് റീച്ചബിൾ അല്ല ഈ ആൾക്കാർ. ഇത് ഒറ്റ ഗ്രാഫാണ് കേട്ടോ, ഡിസ്കണക്റ്റഡ് ആയിരിക്കുന്ന ഗ്രാഫാണ്, തമ്മിൽ കണക്ഷൻ ഇല്ല, ഡിസ്കണക്റ്റഡ് ആയിരിക്കുന്ന ഗ്രാഫാണ്. അപ്പോ ഇവിടെ നിന്ന് ഈ ഗിവൺ സെറ്റിൽ നിന്ന് 7, 8, 9 എന്ന് പറയുന്ന വെർട്ടെക്സുകൾ റീച്ചബിൾ അല്ല. 7, 8 വെർട്ടെക്സ് എന്ന് പറയുന്ന ഗ്രാഫുകൾ റീച്ചബിൾ അല്ല. അപ്പൊ നമ്മളിവിടെ അതിനൊരു പ്രൊസീജിയർ ഇവിടെ താഴെ പറയുന്നുണ്ട്. നിങ്ങൾ ആ പ്രൊസീജിയർ ചിലപ്പോൾ പരീക്ഷയ്ക്ക് എഴുതി വെക്കേണ്ടി വരും. സിമ്പിൾ ഗ്രാഫ് പ്രൊപ്പഗേഷൻ അൽഗോരിതം എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഈ പർട്ടിക്കുലർ അൽഗോരിതമാണ്. അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മാർക്ക് ഈച്ച് വെർട്ടെക്സ് ഇൻ ദ ഗ്രാഫ് ഫോൾസ്. ആദ്യം ഓരോ വെർട്ടെക്സും ഗ്രാഫിലെ ഓരോ വെർട്ടെക്സും ഫോൾസ് എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫോർ ഈച്ച് വെർട്ടെക്സ് ഇൻ ദ ഇനീഷ്യൽ സെറ്റ് മാർക്ക് ഇറ്റ് ട്രൂ ആൻഡ് ആഡ് ഇറ്റ് ടു ദ വർക്കിംഗ് സെറ്റ്. അതായത് നിങ്ങളുടെ ഇനീഷ്യൽ വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിൽ നിന്നായിരിക്കണമല്ലോ ബാക്കിയുള്ള റീച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മുടെ അതിന്റെ ആദ്യത്തെ ഇനീഷ്യൽ വർക്കിംഗ് സെറ്റ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ വർക്കിംഗ് സെറ്റ്, ഇയാളാണ് അവരവിടെ ഉദ്ദേശിച്ചത്, ഈ വർക്കിംഗ് സെറ്റിനാണ് ഉദ്ദേശിച്ചത്. ഈ പർട്ടിക്കുലർ വെർട്ടെക്സുകളിൽ നിന്ന് ആരൊക്കെയാണ് റീച്ചബിൾ എന്ന് ചോദ്യം വരും. അപ്പൊ ആദ്യത്തെ വർക്കിംഗ് സെറ്റ് ഇയാളാണ്. അപ്പൊ അയാളെ വർക്കിംഗ് സെറ്റ് ആയിട്ട് ചെയ്തിട്ട് അയാളെ നമ്മൾ ട്രൂ എന്ന് മാർക്ക് ചെയ്യണം.
അയാൾ നമ്മൾ ട്രൂ എന്ന് മാർക്ക് ചെയ്യണം. അതായത് വേറൊന്നുമല്ല, അയാൾ വർക്കിംഗ് സെറ്റിൽ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ട്രൂ എന്ന് മാർക്ക് ചെയ്താൽ മതി. എന്താണ് വർക്കിംഗ് സെറ്റിൽ ഇല്ലാത്തവരെല്ലാം ഫാൾസ്, വർക്കിംഗ് സെറ്റിന്റെ പുറത്തുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഐട്രേറ്റീവ്ലി പിക്ക് എ വെർട്ടെക്സ് ഫ്രം എ വെർട്ടെക്സ് സെറ്റ് ആൻഡ് ഐട്രേറ്റ് ഓവർ ഇറ്റ്സ് നെയ്ബർ. ഒരു വെർട്ടെക്സ് സെറ്റിൽ നിന്ന്, നമ്മുടെ വർക്കിംഗ് സെറ്റിൽ നിന്ന് ഒരു വെർട്ടെക്സിനെ പിക്ക് ചെയ്യുക. നമ്മുടെ വെർട്ടെക്സ് സെറ്റിൽ നിന്ന് പിക്ക് എ വെർട്ടെക്സ് ഫ്രം ദ വർക്കിംഗ് സെറ്റ്, എന്നിട്ട് ഐട്രേറ്റ് ടു ദ നെയ്ബേഴ്സിനെ കണ്ടുപിടിക്കുക. അതായത് അടുത്തടുത്തുള്ള എലമെന്റ്സിനെ കണ്ടുപിടിക്കുക. ഈ അടുത്തടുത്തുള്ള ആൾക്കാരെ ട്രൂ എന്ന് മാർക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ വർക്കിംഗ് സെറ്റിൽ ആഡ് ചെയ്യുക. നിങ്ങളുടെ വർക്കിംഗ് സെറ്റിൽ ആഡ് ചെയ്യുക. അതാണ് ആഡ് ദം ടു യുവർ ഡബ്ലിംഗ്. ആഡ് ദം ടു യുവർ ഡബ്ലിംഗ്. ഓക്കെ. അപ്പൊ എന്താണ്, ഐട്രേറ്റീവ്ലി ഓരോ വെർട്ടെക്സ് ആയിട്ട് നിങ്ങൾ എവിടെ വർക്കിംഗ് സെറ്റിന് പുറത്തുള്ള ഓരോ വെർട്ടെക്സ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം. സച്ച് ദാറ്റ് നിങ്ങളുടെ അകത്തുള്ള വർക്കിംഗ് സെറ്റിനകത്തുള്ള ആൾക്കാരുടെ നെയ്ബേഴ്സ് അല്ലെങ്കിൽ അഡ്ജസന്റ് ആൾക്കാരാകുന്ന രീതിയിൽ ചൂസ് ചെയ്ത് അയാളെ നമ്മൾ വർക്കിംഗ് സെറ്റിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. വർക്കിംഗ് സെറ്റിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ആഡ് ചെയ്ത് ഏറ്റവും അവസാനം എന്താണ്, until no more vertex can be added. ഒരു വെർട്ടെക്സും ആഡ് ചെയ്യാൻ ഇനി പറ്റില്ല. അതായത് രണ്ട് വർക്കിംഗ് സെറ്റുകൾ സെയിം ആയി വരുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കുക. അവിടെ വെച്ച് നിർത്തുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? റീച്ചബിൾ സെറ്റ് ഓഫ് വെർട്ടക്സിൽ നിന്ന് റീച്ചബിൾ ആയിട്ടുള്ള മറ്റ് വെർട്ടെക്സുകൾ കിട്ടും. അതാണ് പ്രൊസീജിയർ. എന്താണ്, ഓരോ വെർട്ടെക്സുകളെയും ഫാൾസ് ആയിട്ട്, എല്ലാ വെർട്ടെക്സുകളെയും ഫസ്റ്റ് ഓഫ് ഓൾ ഫാൾസ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതിലൊന്നുമില്ല, നിങ്ങളിപ്പോ ഒന്നും എടുക്കണ്ട എന്നുള്ള രീതിയാണ്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഇത്രയും വെർട്ടെക്സിൽ നിന്ന് റീച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അത്രയും വെർട്ടെക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എന്താണ് വർക്കിംഗ് സെറ്റ് ആയിട്ട് ഉൾപ്പെടുത്തുക. എന്നിട്ട് അയാൾ ട്രൂ എന്ന് മാർക്ക് ചെയ്യുക. വർക്കിംഗ് സെറ്റിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് ട്രൂ എന്ന് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിലെ ഓരോ വർക്കിംഗ് സെറ്റിലെ ഓരോ വെർട്ടെക്സിന്റെയും നെയ്ബേഴ്സ് അല്ലെങ്കിൽ അഡ്ജസന്റ് ആയിട്ടുള്ള ആൾക്കാരെ വീണ്ടും വർക്കിംഗ് സെറ്റിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അവരെ വീണ്ടും ട്രൂ ആക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ പ്രോസസ്സ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം until no more vertex can be added. ഇനി ഒരു വെർട്ടെക്സ് ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പ് വരുന്ന അതുവരെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക വെർട്ടെക്സുകൾ. അതായത് രണ്ട് വർക്കിംഗ് സെറ്റുകൾ ഈക്വൽ ആകുന്നത് വരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോ അങ്ങനെ അവസാനം ഇത് നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, നിങ്ങളുടെ എന്താണ് നെയ്ബർ സെറ്റ് അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ക്ലോസസ് എന്താണ് റീച്ചബിൾ വെർട്ടെക്സുകളെ കിട്ടും. കഴിഞ്ഞു. അതാണ് സിമ്പിൾ ഗ്രാഫ് പ്രൊപ്പഗേഷൻ അൽഗോരിതം. ഈ 3 സ്റ്റെപ്പ് എഴുതുന്നതാണ്. അത്രേ ഉള്ളൂ. എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നൗ നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റു കുറച്ച് ഡെഫിനിഷനുകളാണ്. ആദ്യം നോക്കണം. എന്നിട്ട് വേണം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. ഓക്കെ. അപ്പോ ഫസ്റ്റ് ഡെഫിനിഷൻ കണക്റ്റഡ് ഗ്രാഫ്. എന്താണ് ഒരു കണക്റ്റഡ് ഗ്രാഫ്? അപ്പോ കണക്റ്റഡ് ഗ്രാഫ്, a graph is connected if there is a path between any two vertex in the graph. ഒരു ഗ്രാഫ് കണക്റ്റഡ് എന്ന് പറയണമെങ്കിൽ ആ ഗ്രാഫിന്റെ ഏത് രണ്ട് വേർട്ടെക്സ് എടുത്താലും ആ ഒരു വേർട്ടെക്സിൽ നിന്ന് മറ്റൊരു വേർട്ടെക്സിലേക്ക് നമുക്കൊരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെർട്ടെക്സിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്ക് പോകണം.
ഈ വെർട്ടെക്സിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്ക് പോകണം. സാരമില്ല, വഴിയുണ്ട്. അതെ, ഇവിടെ വഴി പോയിട്ട് ഇങ്ങനെ പോവാം. ഇതാണ് ഈ പാത്ത് എന്ന് പറയുന്നത്. പോകാനുള്ള വഴിയാണ് നമ്മൾ ഈ പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഒരു ഗ്രാഫില് ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്ക് പോകാൻ നമുക്കൊരു വഴിയുണ്ട്. ഏത് വെർട്ടെക്സ് വേണോ എടുത്തോ. അതാ ഈ ഒരു വെർട്ടെക്സ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോകാൻ വഴിയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ പോകണം, വഴിയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് കണക്റ്റഡ് ഗ്രാഫ്. ഇതാണ് കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, നൗ അനദർ എക്സാമ്പിൾ. ഇത് രണ്ടും ഒറ്റ ഗ്രാഫായിട്ട് കാണണം കേട്ടോ. ഇത് രണ്ടും ഒറ്റ ഗ്രാഫായിട്ട് കാണണം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വേർട്ടെക്സും ഈ ഒരു വേർട്ടെക്സും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ നമ്മുടെ കയ്യിൽ പാത്ത് ഒന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ നമ്മുടെ കയ്യിൽ വഴിയൊന്നും ഇല്ല. അതുകൊണ്ട് ഇയാള് കണക്റ്റഡ് അല്ല. കണ്ടല്ലോ. അപ്പൊ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാലും ഇത് കണക്റ്റഡ് ഗ്രാഫ്, ഇത് കണക്റ്റഡ് ഗ്രാഫ് അല്ലാത്തതിനൊരു എക്സാമ്പിൾ. ഓക്കെ, അപ്പോ അടുത്ത ഡെഫിനിഷൻ സ്വാഭാവികമായിട്ടും ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. എന്താണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ്? സിമ്പിൾ ആണ്. കണക്റ്റഡ് അല്ലാത്ത ഗ്രാഫ് എല്ലാം ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. A graph which is not connected is called a disconnected graph. A graph which is not connected is called a graph which is not connected is called a disconnected graph. കണക്റ്റഡ് അല്ലാത്ത ഗ്രാഫിനെ നമ്മൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. പക്ഷേ ഇപ്പൊ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിന്റെ എക്സാമ്പിൾ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? രണ്ട് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ആ വെർട്ടെക്സിന്റെ ഇടയിലേക്ക് ഈ വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്കിടയിലേക്ക് പാത്തില്ല. അതുകൊണ്ട് ഡിസ്കണക്റ്റഡ് ആണ്, കഴിഞ്ഞു. അപ്പോ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിന്റെ അകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള സബ് ഗ്രാഫുകൾ കാണും, അല്ലെങ്കിൽ ആ ഗ്രാഫിന്റെ ചില കഷ്ണങ്ങൾ കണക്റ്റഡ് ആയിരിക്കും. അതായത് ഈ ഗ്രാഫിൽ, ഇപ്പൊ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കഷ്ണം നോക്കുകയാണെങ്കിൽ അയാൾ കണക്റ്റഡ് ആയിരിക്കും. അതേസമയം ഈ ഒരു പർട്ടിക്കുലർ എന്താണ് പീസ് നോക്കുകയാണെങ്കിൽ ഇയാൾ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇയാള് കണക്റ്റഡ് ആയിരിക്കും. അതായത് and that particular connected thing അല്ലെങ്കിൽ connected subgraph is called a component. A subgraph is called a connected component. Okay, അപ്പോ എന്താണ്? in a disconnected graph the connected components, the connected subgraph is called connected subgraph is called components. അവരെ നമ്മൾ കമ്പോണൻസ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ കണക്റ്റഡ് ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ഒന്നുമില്ല, ഒറ്റ കമ്പോണന്റേ ഉള്ളൂ. കാരണം ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള പീസുകളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഒറ്റ കമ്പോണന്റേ ഉള്ളൂ. അപ്പൊ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് അതിന്റെ കൂടെ അതിന്റെ കമ്പോണൻസ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫും അതിന്റെ കമ്പോണന്റ്, കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ കണക്റ്റഡ് ഗ്രാഫ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ്, പിന്നെ അതിന്റെ കൂടെ കമ്പോണൻസ് എന്ന് പറയുന്ന ഡെഫിനിഷനും കൂടെ. ഇനി അടുത്ത് നമ്മുടെ കയ്യിലുള്ളത് സ്പാനിങ് ട്രീ. എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. സ്പാനിങ് ട്രീ എന്താണ്? ഒരു സ്പാനിങ് ട്രീ ഉള്ളത് ഒരു കണക്റ്റഡ് ഗ്രാഫിനാണ്. അതുകൊണ്ട് ഡെഫിനിഷൻ തന്നെ ആദ്യം തുടങ്ങുന്നത് സ്പാനിങ് ട്രീ ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് G. സ്പാനിങ് ട്രീ ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് G എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പാനിങ് ട്രീ എന്ന് പറയുന്ന കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത് കണക്റ്റഡ് ഗ്രാഫ് ആണ്.
കണക്റ്റഡ് ഗ്രാഫിനാണ് സ്പാനിങ് ട്രീ ഉള്ളത്. അപ്പൊ സ്പാനിങ് ട്രീ ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് G is a connected subgraph. It's a connected subgraph. Spanning tree of a connected graph is a connected subgraph. ഒരു കണക്റ്റഡ് ഗ്രാഫ്, അയാളുടെ ഒരു കണക്റ്റഡ് ഗ്രാഫിന്റെ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് കണക്റ്റഡ് സബ്ഗ്രാഫ് ആണ്. കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ വെർട്ടിസസ്, കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ വെർട്ടിസസ് ഓഫ് G, വെർട്ടിസസ് ഓഫ് G. ജിയിൽ ഏതൊക്കെ വെർട്ടെക്സ് ഉണ്ടോ ആ വെർട്ടെക്സുകളെ ഒന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല, ആ വെർട്ടെക്സുകളെ ഒന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ആൻഡ് അത് മാത്രമല്ല, ആൻഡ് minimum number of edges, minimum number of edges, minimum number of edges. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്, നമുക്ക് നോക്കാം. അതായത് ഒരു കണക്റ്റഡ് ഗ്രാഫിന്റെ സ്പാനിങ് ട്രീ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, ആ ഗ്രാഫിന്റെ വെർട്ടെക്സുകൾ എന്താണോ ആ വെർട്ടെക്സുകളെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, ഒന്നും കളയണ്ട. ആ ഗ്രാഫിന്റെ വെർട്ടെക്സ് എന്താണോ ആ വെർട്ടെക്സുകളെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, ഒന്നും കളയണ്ട. അതിനുശേഷം അതിലെ എല്ലാ എഡ്ജും ഒന്നും വരയ്ക്കാൻ നിൽക്കേണ്ട. ആ ഗ്രാഫിൽ ഓൾറെഡി ഉണ്ടായിരുന്ന എല്ലാ എഡ്ജൊന്നും വരയ്ക്കാൻ നിൽക്കേണ്ട. മിനിമം നമ്പർ ഓഫ് എഡ്ജ് വരച്ചാൽ മതി, മിനിമം നമ്പർ ഓഫ് എഡ്ജ് വരച്ചാൽ മതി. സച്ച് ദാറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ആ സബ് ഗ്രാഫ് അല്ലെങ്കിൽ ആ ജിയിൽ നിന്ന് കിട്ടുന്ന ആ സബ് ഗ്രാഫ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിരിക്കണം. കണക്റ്റഡ് ആകാൻ ആവശ്യമുള്ള എഡ്ജ് മാത്രം വരച്ചാൽ മതി, അത് കൂടുതൽ എഡ്ജ് ഒന്നും വരയ്ക്കണം. കണക്റ്റഡ് ആകാൻ ആവശ്യമുള്ള എഡ്ജ് മാത്രം വരച്ചാൽ മതി, അതിൽ കൂടുതൽ എഡ്ജ് ഒന്നും വരയ്ക്കരുത്. അതാണ് സ്പാനിങ് ട്രീ ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ്. ഒന്ന്, ഒരു ഗ്രാഫ് ജി നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ചെയ്യാനുള്ളത് ആ ഗ്രാഫിൽ ഏതൊക്കെ വെർട്ടെക്സ് ഉണ്ടായിരുന്നോ ആ വെർട്ടെക്സുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് അയാളുടെ എഡ്ജുകളൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, എല്ലാ എഡ്ജും ഒന്നും വാരി വലിച്ച് വരയ്ക്കണ്ട. ഈ ആ ഗ്രാഫിലുള്ള എല്ലാ എഡ്ജും ഒന്നും വാരി വലിച്ച് വരയ്ക്കണ്ട. നിങ്ങൾ വരയ്ക്കാനുള്ള മിനിമം നമ്പർ ഓഫ് എഡ്ജസ്, ആവശ്യത്തിന് മാത്രം, ആ ഗ്രാഫ് കണക്റ്റഡ് ആയി തന്നെ മെയിൻറ്റെയിൻ ആകാൻ ആവശ്യമുള്ള എഡ്ജുകൾ മാത്രം വരച്ചാൽ മതി, ആവശ്യമുള്ള എഡ്ജുകൾ മാത്രം വരച്ചാൽ മതി. അതാണ് നിങ്ങളുടെ സ്പാനിങ് ട്രീ, അതാണ് നിങ്ങളുടെ സ്പാനിങ് ട്രീ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ കാര്യം ക്ലിയർ ആവും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരച്ചത്. അപ്പൊ ഇയാളുടെ സ്പാനിങ് ട്രീ നിങ്ങൾ വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഇവരുടെ വെർട്ടെക്സ് എന്താണ് ആ വെർട്ടെക്സുകളെല്ലാം അതുപോലെ വരയ്ക്കുക. വെർട്ടെക്സ് എന്താണ് അയാൾ അതുപോലെ വരയ്ക്കുക. 1 2 3 4 വരച്ചു. എന്നിട്ട് ഇയാള് കണക്റ്റഡ് ആയി മെയിൻറ്റെയിൻ ആകാൻ ആവശ്യമുള്ള ആൾക്കാരെ, ആവശ്യമുള്ള എഡ്ജിനെ മാത്രം വരയ്ക്കുക. 1ൽ നിന്ന് 3ലേക്ക് എഡ്ജ് ഉണ്ടായിരുന്നു, അയാളെ ഞാൻ വരച്ചു. 1ൽ നിന്ന് 2ലേക്ക് എഡ്ജ് ഉണ്ടായി, അയാളെ ഞാൻ വരച്ചു. 2ൽ നിന്ന് 4ലേക്ക് എഡ്ജ് ഉണ്ടായി, അയാളെ ഞാൻ വരച്ചു. മതി. ഈ 3 വരച്ചു കഴിഞ്ഞപ്പോ തന്നെ കണക്റ്റഡ് ആയി. ഈ 3 വരച്ചപ്പോ തന്നെ കണക്റ്റഡ് ആയി. മതി, അവിടെ നിർത്താം. 3 വരച്ചപ്പോ തന്നെ കണക്റ്റഡ് ആയി, അതുകൊണ്ട് അവിടെ നമുക്ക് നിർത്താം. ഇയാളാണ് സ്പാനിങ് ട്രീ, ഇയാളാണ് സ്പാനിങ് ട്രീ. ഇനി അത് വേണ്ട, ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നില്ല, ഒന്ന് ചെറുതായിട്ട് മാറ്റി വരയ്ക്കാം. ഇപ്പൊ 1ഉം 3യുമായിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ സാധനം വരയ്ക്കുന്നില്ല, ഞാൻ 2ഉം 3യുമായിട്ടുള്ളത് വരച്ചു എന്ന് വിചാരിക്കുക. 2ഉം 3യും ആയിട്ട് ഇങ്ങനെ ഉള്ള എഡ്ജ് ആണല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന എഡ്ജുകൾ തന്നെയാണ് വരച്ചത്. ഒരാളും ഡിസ്കണക്റ്റഡ് ആയി മാറിയിട്ടില്ല. ഇതിൽ ഒരാളെ റിമൂവ് ചെയ്താലും, ഇതിൽ ഒരു എഡ്ജിനെ റിമൂവ് ചെയ്താലും ഡിസ്കണക്റ്റഡ് ആയി പോകും ഈ വരച്ചു വെച്ചേക്കുന്നത്. അപ്പൊ മിനിമം നമ്പർ ഓഫ് എഡ്ജ് മാത്രമേ വരച്ചിട്ടുള്ളൂ, സച്ച് ദാറ്റ് ദ ഗ്രാഫ് ഇസ് കണക്റ്റഡ്. ദിസ് ഇസ് ഓൾസോ എ സ്പാനിങ്. This is also a spanning tree of the given graph. ഇതാണ് സ്പാനിങ് ട്രീയുടെ കൺസെപ്റ്റ്. സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണക്റ്റഡ് ഗ്രാഫ്. കണക്റ്റഡ് ഗ്രാഫിന്റെ സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫിന്റെ ഒരു സബ് ഗ്രാഫ് ആണ്. അത് കണക്റ്റഡ് ആയിരിക്കണം, എല്ലാ വേർട്ടെക്സുകളും വേണം, എല്ലാ എഡ്ജ് ഒന്നും വേണ്ട, മിനിമം നമ്പർ ഓഫ് എഡ്ജ് മതി.
അതായത് അയാൾ ഒരു കണക്റ്റഡ് ഗ്രാഫായി നിലനിൽക്കാൻ മിനിമം നമ്പർ ഓഫ് എഡ്ജ് എന്താണോ അതാണ് നമുക്ക് വേണ്ടത്. ഇനി വരികയാണ് ഇനി വേറൊരു കാര്യം. ഇനി അടുത്തൊരു ഡെഫിനിഷൻ. ഇതാണ് സ്പാനിങ് ട്രീയെ പറ്റിയുള്ള ഡെഫിനിഷൻ. ഇനി അടുത്തുള്ളത് സ്പാനിങ് ഫോറസ്റ്റ്. സ്പാനിങ് ട്രീയും സ്പാനിങ് ഫോറസ്റ്റ്. അതായത് വേറൊന്നുമല്ല, ഈ ട്രീകളെല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ ഫോറസ്റ്റ് ഉണ്ടാകുന്നത്. അതാണ് ഈ സ്പാനിങ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ട്രീകളുടെ എല്ലാം കൂടെ കളക്ഷൻ ആണ് സ്പാനിങ് ഫോറസ്റ്റ്. അപ്പൊ ആ ഒരു മീനിങ് മാത്രം എടുത്താൽ മതി. അപ്പൊ അയാൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണ്. If the graph is not connected, if the graph G is not connected, okay, then for each connected component, കണക്റ്റഡ് അല്ലെങ്കിൽ കമ്പോണന്റുകൾ ഉണ്ടാവുമല്ലോ, അതായത് കണക്റ്റഡ് ആയിട്ടുള്ള കഷ്ണങ്ങൾ. അപ്പോ ജി കണക്റ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഓരോ കണക്റ്റഡ് കമ്പോണൻസിനും നമ്മൾ എന്ത് ചെയ്യും? വി ടേക്ക് സ്പാനിങ് ട്രീ. അതായത് ഒരു ഗ്രാഫ് ജി കണക്റ്റഡ് അല്ല, ശരി. അപ്പൊ പക്ഷെ അതിന് അവിടെ ആയിട്ട് ഓരോ കഷ്ണങ്ങൾ ഉണ്ടല്ലോ, കമ്പോണൻസ് കാണുമെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിന് കമ്പോണൻസ് കാണാം, കമ്പോണന്റ് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഓരോ കണക്റ്റഡ് കമ്പോണന്റിനും നിങ്ങൾക്ക് സ്പാനിങ് ട്രീ വരയ്ക്കാം. ആൻഡ് we take spanning tree and the collection and the whole collection of spanning tree is called spanning forest. ആ സ്പാനിങ് ട്രീകളുടെ എല്ലാവരെയും കളക്ഷനെയാണ് നമ്മൾ സ്പാനിങ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് സ്പാനിങ് ട്രീയുടെ ഡെഫിനിഷൻ തന്നെ അയാൾ ഒരു കണക്റ്റഡ് ഗ്രാഫിന് മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഒരു ചെറിയ ഇത് തരുന്നുണ്ട്. ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പവർ തരികയാണ്. അതായത് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫിനും സ്പാനിങ് ട്രീ വരയ്ക്കാനുള്ള ഒരു പവർ തരികയാണ്. ഇവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എ സ്പാനിങ് ഫോറസ്റ്റ്. കഴിഞ്ഞു. സ്പാനിങ് ട്രീയും സ്പാനിങ് ഫോറസ്റ്റിന് എക്സാമ്പിൾ വേണമെന്ന് തോന്നുന്നില്ല. ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ കമ്പോണന്റിന് സ്പാനിങ് ട്രീ വരച്ചു കഴിഞ്ഞാൽ അയാള് സ്പാനിങ് ഫോറസ്റ്റ് ആയി മാറും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡെഫിനിഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു അൽഗോരിതമാണ് ഡെപ്ത് ഫസ്റ്റ് search or called DFS, depth first search or else called DFS. അപ്പോൾ എന്താണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇയാളുടെ ഡെഫിനിഷൻ അൽഗോരിതം ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്. നിങ്ങൾ അത് ചെയ്ത് നോക്കിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് തോന്നുന്നില്ല ആ പർട്ടിക്കുലർ പ്രോഗ്രാം. എങ്കിലും ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്താണ്? ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആൽഗോരിതം. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് an algorithm used to find a spanning tree, സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനുള്ള ആൽഗോരിതമാണ് എന്ത്? നിങ്ങളുടെ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത്. സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനുള്ള ആൽഗോരിതമാണ്. എന്താണ് ആ ആൽഗോരിതം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിയാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ്,
നമ്മൾ ഇയാളെ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് സ്റ്റാക്കായി അടുക്കി വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നിനിപ്പോ മുകളിൽ ഒന്നിന് താഴെ ഒന്നായിട്ട് അങ്ങനെ അടുക്കി താഴോട്ട് വരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഫസ്റ്റ് ഒരു വേർട്ടെക്സ് എടുക്കുന്നു, അതിന് താഴെ കുറച്ച് വേർട്ടെക്സുകൾ അറേഞ്ച് ചെയ്യുന്നു, അതിന് താഴെ മറ്റു കുറച്ച് വേർട്ടെക്സുകൾ അറേഞ്ച് ചെയ്യുന്നു, ആൻഡ് സോ ഓൺ. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇതാണ് നമ്മൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതെന്താണെന്ന് നോക്കാം. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ളത് സ്റ്റാർട്ട് ബൈ പുട്ടിങ് any one of graph's vertices, any one of graph vertices on top of the stack, ഏതെങ്കിലും ഒരു വേർട്ടെക്സ് ചൂസ് ചെയ്യുക, അയാളെ എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ഒരു വേർട്ടെക്സ് എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മൾ ഈ അടുക്കി താഴോട്ട് വേണമെന്ന് പറഞ്ഞില്ല, ഏറ്റവും മുകളിൽ ഈ വേർട്ടെക്സിനെ പ്ലേസ് ചെയ്യുക. രണ്ടാമത് take the top item of the stack and add it to the visiting list. Take the top item of the stack and add it to the visiting list. Visited list. അതായത് നമ്മളൊരു വേർട്ടെക്സിനെ ഉപയോഗിച്ചല്ലോ, നമ്മളൊരു വേർട്ടെക്സിനെ സ്റ്റാക്കിന്റെ മുകളിൽ ആക്കാനായിട്ട് ഉപയോഗിച്ചല്ലോ. അപ്പൊ നമ്മൾ അത് വിസിറ്റ് ചെയ്ത വേർട്ടെക്സ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് വെച്ചോളുക. ഇനി അവിടെ പോണ്ട, വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, ആ വേർട്ടെക്സ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ആ വേർട്ടെക്സിലേക്ക് പോകാൻ ശ്രമിക്കണ്ട എന്നുള്ള രീതിയിൽ അയാളെ വിസിറ്റഡ് ലിസ്റ്റിൽ മാർക്ക് ചെയ്യുക. അപ്പൊ ആദ്യം ഒരു വേർട്ടെക്സിനെ ചൂസ് ചെയ്യുക, അയാളെ ഏറ്റവും ടോപ്പിൽ മാർക്ക് ചെയ്യുക. ടോപ്പിൽ മാർക്ക് ചെയ്തതിന് ശേഷം അയാളെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, വിസിറ്റഡ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക. നമ്മൾ ഇയാളില് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി അയാളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വിസിറ്റഡ് ലിസ്റ്റിൽ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ്, ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് ദ vertices vertexes adjacent nodes, add the ones which aren't in the visiting list. Visiting list below the stack. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മളൊരു വേർട്ടെക്സിനെ ചൂസ് ചെയ്തല്ലോ, ഈ വേർട്ടെക്സുമായിട്ട് അഡ്ജസന്റ് ഉള്ള, അതായത് ഈ വേർട്ടെക്സുമായിട്ട് എന്തുള്ളത്, എഡ്ജുള്ള മറ്റു വേർട്ടെക്സുകളെ ചൂസ് ചെയ്യുക. എന്നിട്ട് ആ വേർട്ടെക്സുകളെ താഴെ, ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചേക്കുന്ന വേർട്ടെക്സിന്റെ താഴെ ഈ ആൾക്കാരെ മാർക്ക് ചെയ്യുക. താഴേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇയാളെ എല്ലാവരെയും വിസിറ്റിംഗ് ലിസ്റ്റിൽ, അതായത് ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്ത ആൾക്കാരെ എല്ലാം വിസിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഈ താഴെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഓൾറെഡി ഇയാൾ വിസിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണോ എന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തേക്കണം. എന്നുകൂടെ ചെയ്തേക്കണം. അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു നോഡ് ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു വേർട്ടെക്സ് ചൂസ് ചെയ്തു, എന്നിട്ട് ആ വേർട്ടെക്സിനെ സ്റ്റാക്കിന്റെ ഏറ്റവും മുകളിലായിട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം അയാൾക്ക് താഴെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി വിസിറ്റിംഗ് ലിസ്റ്റിൽ ഇല്ലാത്ത, അതായത് നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്യാത്ത ഏതെങ്കിലും വേർട്ടെക്സുമായിട്ട് അയാൾക്ക് അഡ്ജസൻസി ഉണ്ടെങ്കിൽ, അയാൾ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ അയാളെ ഈ നേരത്തെ എഴുതിയ പാർട്ടിക്കുലർ വേർട്ടെക്സിന് താഴെ ആയിട്ട് മാർക്ക് ചെയ്യുക.
താഴെയായിട്ട് മാർക്ക് ചെയ്യുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കീപ് റിപ്പീറ്റിംഗ് സ്റ്റെപ്സ് 2 and 3 until the stack is empty. Until the stack is empty അല്ല, stack is complete with all vertices. എല്ലാ വെർട്ടിസസും കൊണ്ട് സ്റ്റാക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇത് നിർത്തുക. സ്റ്റാക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. എക്സാമ്പിൾ കാണിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. One, 2, 3, 4, 5. അപ്പൊ നമ്മുടെ വേർട്ടെക്സ് മാർക്ക് ചെയ്തു. നമ്മുടെ ഗ്രാഫ്, ഇതാണ് ഗ്രാഫ്, കണക്റ്റഡ് ഗ്രാഫ് ആണ് പ്രശ്നം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത്, ഇതിൽ ഏതെങ്കിലും ഒരു വേർട്ടെക്സ് നിങ്ങൾ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർട്ടെക്സ്. ഞാൻ ഇവിടെ 2 എന്ന് പറയുന്ന വേർട്ടെക്സ് മാർക്ക് ചെയ്തു. 2 അപ്പൊ വിസിറ്റഡ് ലിസ്റ്റിൽ പെട്ടു കേട്ടോ. വിസിറ്റഡ് ലിസ്റ്റിൽ പെട്ടു, അയാളെ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇയാൾക്ക് താഴെ 2 അഡ്ജസൻസി ഉള്ള ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. 2 1 അഡ്ജസൻസി ഉണ്ട്, 3 അഡ്ജസൻസി ഉണ്ട്, 5 അഡ്ജസൻസി ഉണ്ട്. അപ്പൊ 2 1 അഡ്ജസൻസി ഉണ്ട്, 3 അഡ്ജസൻസി ഉണ്ട്, 5 അഡ്ജസൻസി ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടേക്ക് മാർക്ക് ചെയ്തു. 1 2 5 അഡ്ജസൻസി ഉണ്ട്. കഴിഞ്ഞു. റിപ്പീറ്റ് ദ പ്രോസസ്. ഇപ്പൊ നമ്മുടെ വിസിറ്റഡ് ലിസ്റ്റിൽ 1 പെട്ട് കഴിഞ്ഞു. നമ്മൾ വിസിറ്റ് ചെയ്ത ലിസ്റ്റ് 1 പെട്ട് കഴിഞ്ഞു. ഇനി 1 നോക്കാം. 1 2 റിലേഷൻ ഉണ്ട്, 3 റിലേഷൻ ഉണ്ട്, 4 റിലേഷൻ ഉണ്ട്. 1 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 2 ഓൾറെഡി വിസിറ്റഡ് ആണ്, അയാളെ ഇനി എഴുതണ്ട. 3 ഓൾറെഡി വിസിറ്റഡ് ആണ്, അയാളെ ഇനി എഴുതണ്ട. പക്ഷെ 4 വിസിറ്റഡ് അല്ല. അതുകൊണ്ട് 1 4 അഡ്ജസൻസി ഉള്ള കാര്യം മാത്രം മാർക്ക് ചെയ്താണ്. ഇനി അടുത്ത 3ലേക്ക് വരും. 3ലേക്ക് വരുമ്പോൾ 3 1 2 4 5 അപ്പോ 1 വിസിറ്റഡ് ആണ്, ഓൾറെഡി വിസിറ്റഡ് ആണ്, അത് മാർക്ക് ചെയ്യരുത്. ഇനി 2 ഓൾറെഡി വിസിറ്റഡ് ആണ്, അത് മാർക്ക് ചെയ്യരുത്. 4 ഓൾറെഡി വിസിറ്റഡ് ആണ്, അത് മാർക്ക് ചെയ്യരുത്. ഇനി അടുത്ത 5 വിസിറ്റഡ് അല്ല, അതുകൊണ്ട് 5 മാർക്ക് ചെയ്യാം. അതുകൊണ്ട് 5 മാർക്ക് ചെയ്യാം. 5 മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 5 മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 എന്ന് പറഞ്ഞ 5 വേർട്ടെക്സുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സ്റ്റാക്കിൽ എല്ലാ വേർട്ടെക്സുകളും വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. And this is your spanning tree of the given graph. Given connected ഗ്രാഫിന്റെ സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ ഇയാളാണ്. കഴിഞ്ഞു. അപ്പൊ കണ്ടല്ല എന്താണ് ചെയ്തതെന്ന് നോക്കിക്കോളുക. നമ്മള് ഗ്രാഫ് എടുത്തു. ഗ്രാഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർട്ടെക്സുകൾ ചൂസ് ചെയ്യാം, അതിൽ തുടങ്ങാം. അതിനുശേഷം അതിന് അഡ്ജസൻസി ആയിട്ടുള്ള ആൾക്കാരെ താഴെ മാർക്ക് ചെയ്ത് പോവുക. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വിസിറ്റഡ് ലിസ്റ്റിലുള്ള ആൾക്കാരെ ആരെയും ഇനി മാർക്ക് ചെയ്തത്. And complete means proceed the steps until all vertices are included in the stack. അതുവരെ കംപ്ലീറ്റ് തുടർന്നുകൊണ്ടിരിക്കുക. അതാണ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യുന്നു 1 2 3 4 5
6 എല്ലാവരും. നമുക്ക് ജസ്റ്റ് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ 4ലാണ് തുടങ്ങുന്നത്. അത് നമ്മുടെ ഇഷ്ടമാണ്, ഏത് പാർട്ടിക്കുലർ സ്ഥാനത്തിൽ വേണോ നിങ്ങൾക്ക് തുടങ്ങാൻ. ഞാനിപ്പോ 4ൽ തുടങ്ങി എന്റെ ഇഷ്ടം. ഇനി 4 നോക്കുകയാണെങ്കിൽ 4ന് 2മായിട്ട് മാത്രമേ റിലേഷൻ ഉള്ളൂ, വേറെ ആരുമായിട്ടും റിലേഷൻ ഇല്ല. 4ന് വേറെ ആരുമായിട്ട് റിലേഷൻ ഇല്ല. അതുകൊണ്ട് 4 നേരെ 2മായിട്ട് ഞാൻ റിലേഷൻ കൊടുത്തു. അത് ഒരാളുമായിട്ട് എന്റെ റിലേഷൻ ഉള്ളൂ, അതുകൊണ്ട് നേരെ താഴെ കൊടുക്കാം. 2മായിട്ട് മാത്രമേ റിലേഷൻ ഉള്ളൂ, അത് കൊടുത്തു. ഇനി 2ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2ന് 4മായിട്ട് റിലേഷൻ ഉണ്ട്, പക്ഷെ ഓൾറെഡി വിസിറ്റഡ് ആണ്, അതിന് എഴുതണ്ട. 2ന് 1മായിട്ട് റിലേഷൻ ഉണ്ട്, 2ന് 5മായിട്ട് റിലേഷൻ ഉണ്ട്, അത് രണ്ടും വിസിറ്റഡ് അല്ല. അതുകൊണ്ട് 2ന് 1മായിട്ട് റിലേഷൻ ഉണ്ടെന്നും 2ന് 5മായിട്ട് റിലേഷൻ ഉണ്ടെന്നും മാർക്ക് ചെയ്തു. 2ന് 5മായിട്ട് റിലേഷൻ ഉണ്ടെന്നും മാർക്ക് ചെയ്തു. കണ്ടല്ലോ, 4, 2, 1, 5. ഇനി അടുത്ത 1ന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ 1ന് 2മായിട്ട് റിലേഷൻ ഉണ്ട്, പക്ഷെ ഓൾറെഡി വിസിറ്റഡ് ആണ്, അത് ഇനി എഴുതണ്ട. 1ന് 3മായിട്ട് റിലേഷൻ ഉണ്ട്, വിസിറ്റഡ് അല്ല, എഴുതാം. 1ന് 5മായിട്ട് റിലേഷൻ ഉണ്ട്, പക്ഷെ അത് വിസിറ്റഡ് ആണ്, ഇനി എഴുതണ്ട. 1ന് 6മായിട്ട് റിലേഷൻ ഉണ്ട്, അത് വിസിറ്റഡ് അല്ല, എഴുതാം. അപ്പൊ 3ഉം 6. 1ന് ഇനി 3ഉം 6. 1ന് 3ഉം 6. ഇനി അടുത്ത 5ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5ന് 2മായിട്ട് റിലേഷൻ ഉണ്ട്, പക്ഷെ വിസിറ്റഡ് ആണ്, എഴുതണ്ട. 1മായിട്ട് റിലേഷൻ ഉണ്ട്, വിസിറ്റഡ് ആണ്, എഴുതണ്ട. 6മായിട്ട് റിലേഷൻ ഉണ്ട്, വിസിറ്റഡ് ആണ്, എഴുതണ്ട. കഴിഞ്ഞു. അപ്പോ 1, 2, 3, 4, 5, 6 എല്ലാവരും ആയല്ലോ. 1, 2, 3, 4, 5, 6 എല്ലാവരുമായി. ആൻഡ് ദിസ് ഇസ് യുവർ സ്പാനിങ് ട്രീ. കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാഫിന്റെ സ്പാനിങ് ട്രീയെ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കുറച്ച് ഡെഫിനേഷൻസ് ആണ്. ഡെഫിനേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നമുക്കത് എന്തായാലും നോക്കാം. അതായത് നെക്സ്റ്റ് we say that a vertex u is an ancestor of a vertex b. ഒരു u എന്ന് പറയുന്നത് v യുടെ ആൻസിസ്റ്റർ ആണ് എന്ന് പറയണമെങ്കിൽ, എന്താണ്, if there is a path from u to v in the depth first spanning forest along sides in the direction they have originally traversed. അതായത് വേറൊന്നും അല്ല, നിങ്ങളിപ്പോ ഒരു വേർട്ടെക്സ്, ഒരു ഗ്രാഫിന്റെ സ്പാനിങ് ട്രീ അല്ലെങ്കിൽ സ്പാനിങ് ഫോറസ്റ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ആ സ്പാനിങ് ട്രീ അഥവാ സ്പാനിങ് ഫോറസ്റ്റില് യുവും വിയും തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ, യുവിനെ വിയുടെ ആൻസെസ്റ്റർ എന്ന് നമ്മൾ പറയും. സിമ്പിൾ ആണ്. ഓക്കെ. എന്താണ്, ഒരു ഗ്രാഫ് എടുത്തു, ആ ഗ്രാഫിലെ വേർട്ടെക്സുകൾ തന്നെയാണ് യുവും ബിയും. എന്നിട്ട് നമ്മൾ അയാളുടെ സ്പാനിങ് ട്രീയോ സ്പാനിങ് ഫോറസ്റ്റോ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, യുവും വിയും തമ്മിൽ എപ്പോഴും എഡ്ജ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും യു എന്ന് പറയുന്നത് വിയുടെ ആൻസെസ്റ്റർ ആണെന്ന് പറയും. ഇനി ഇതിന്റെ അകത്ത് തന്നെ നമ്മുടെ സ്പാനിങ് ഫോറസ്റ്റില് 4 വെറൈറ്റി ഉണ്ട്, 4 വെറൈറ്റി ഓഫ് ആൾക്കാരുണ്ട്. ഒന്നാമത്തത് ട്രീ എഡ്ജ്. അതായത് ട്രീ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇസ് എ ഡെപ്ത് ഫസ്റ്റ് സ്പാനിങ് ഫോറസ്റ്റ്. അതായത് സ്പാനിങ് ഫോറസ്റ്റിലുള്ള ഒരു എഡ്ജ്, അയാളെയാണ് നമ്മൾ ട്രീ എഡ്ജ് എന്ന് പറയുന്നത്. അതിന് വേറെ ഒന്നുമല്ല. സ്പാനിങ് ഫോറസ്റ്റ് അല്ലെങ്കിൽ സ്പാനിങ് ട്രീയിലുള്ള ഒരു എഡ്ജ് എന്താണോ ആ എഡ്ജിനെയാണ് നമ്മൾ ട്രീ എഡ്ജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബാക്ക് എഡ്ജ്. ഈ ബാക്ക് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു വി എന്ന് പറയുന്ന എഡ്ജാണ്. അത് സ്പാനിങ് ഫോറസ്റ്റിൽ കാണത്തില്ല. സ്പാനിങ് ഫോറസ്റ്റിൽ കാണാത്ത എഡ്ജ് where u is the ancestor of v is the ancestor of u. അതായത് v കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് u വരുന്നത്. ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. v കഴിഞ്ഞതിന് ശേഷമാണ് u വരുന്നത്. ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് അവിടെ. അപ്പൊ ട്രീ എഡ്ജ് എന്ന് പറഞ്ഞാൽ സ്പാനിങ് ഫോറസ്റ്റിലുള്ള ഒരു എഡ്ജാണ് ട്രീ എഡ്ജ്. അതേസമയം ബാക്ക് എഡ്ജ് എന്ന് പറഞ്ഞാൽ സ്പാനിങ് ഫോറസ്റ്റിൽ ഇല്ലാത്ത എഡ്ജ്. അതായത് നേരത്തെ ഉണ്ടായിരുന്നു, ഗ്രാഫിൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഫോറസ്റ്റ് വരച്ചതിന് ശേഷം ഇല്ല.
സ്പാനിങ് ട്രീ അല്ലെങ്കിൽ സ്പാനിങ് ഫോറസ്റ്റ് വരച്ചതിന് ശേഷം, സ്പാനിങ് ഫോറസ്റ്റ് അല്ലെങ്കിൽ സ്പാനിങ് ട്രീ വരയ്ക്കുമ്പോൾ കുറെ എഡ്ജുകൾ മിസ്സാവും, ഉറപ്പായിട്ടും മിസ്സാവും, വേണ്ടാത്ത എല്ലാം നമ്മൾ കളയും. അപ്പോ അങ്ങനെ കളഞ്ഞ എഡ്ജിന്റെ കൂട്ടത്തിലുള്ള ഒരാളാണിത്. അത് വി ആൻസസ്റ്ററും യു അതിനുശേഷം വന്ന പ്രെഡിസസറുമാണ്. ഓക്കെ, അത്. ഇനി അടുത്ത് ഫോർവേഡ് എഡ്ജ്. ഫോർവേഡ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എവിടെ ഇല്ലാത്ത, സ്പാനിങ് ഫോറസ്റ്റിൽ ഇല്ലാത്ത എഡ്ജ് തന്നെയാണ്. പക്ഷെ യു ആണ് വിയുടെ ആൻസസ്റ്റർ. അതായത് യു കഴിഞ്ഞതിന് ശേഷം ബി, പക്ഷെ ഇയാള് യു കഴിഞ്ഞതിന് ശേഷം ബി, പക്ഷെ ഇയാള് എവിടെ ഇല്ല, നമ്മുടെ സ്പാനിങ് ട്രീയിലില്ല. നമ്മുടെ സ്പാനിങ് എന്താണ്, സ്പാനിങ് ട്രീയില് ഇല്ല. ഇനി അടുത്ത് ക്രോസ് എഡ്ജ്. ഈ ക്രോസ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രോസ് എഡ്ജ് is such that is neither an ancestor of the other. ഒരാൾ മറ്റേ ആളുടെ ആൻസസ്റ്ററോ പ്രെഡിസസറോ അല്ല. അതായത് നമുക്കത് തീരുമാനിക്കാൻ പറ്റില്ല, ആൻസസ്റ്റർ ആണോ പ്രെഡിസസർ ആണോ എന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. സാധാരണ ഡയറക്ഷൻ ഇല്ലാത്തൊരു എഡ്ജ് എന്ന് വിചാരിച്ചോ, അവിടെ നമുക്ക് ആരാണ് ആൻസസ്റ്റർ ആരാണ് പ്രെഡിസസർ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. അതാണ് ക്രോസ് എഡ്ജ്. ട്രീ എഡ്ജ് സ്പാനിങ് ഫോറസ്റ്റിൽ ഉള്ളത്, ബാക്ക് എഡ്ജും ഫോർവേഡ് എഡ്ജ് സ്പാനിങ് ഫോറസ്റ്റിൽ ഇല്ലാത്തത്. ബി ഒരെണ്ണം ആൻസസ്റ്റർ യു പ്രെഡിസസർ, അടുത്തതില് യു ആൻസസ്റ്റർ ബി പ്രെഡിസസർ. ഇനി ക്രോസ് എഡ്ജ് എന്ന് പറയുന്നത് ആൻസസ്റ്ററോ പ്രെഡിസസറോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത എഡ്ജാണ് ഇയാള്. തിരിച്ചറിയാൻ പറ്റാത്ത എഡ്ജാണ് നമ്മുടെ ഈ ഒരു ഇത്. അപ്പൊ സ്പാനിങ് ഫോറസ്റ്റിലുള്ള ഒരു 4 ടൈപ്പ് ഓഫ് എഡ്ജിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഡയറക്ഷൻ ഇല്ലാത്ത ഗ്രാഫ് ആണെങ്കിൽ, ഇറ്റ്സ് ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ 2 ടൈപ്പ് എഡ്ജേ ഉള്ളൂ. ഒന്ന് ട്രീ എഡ്ജും അല്ലെങ്കിൽ ബാക്ക് എഡ്ജും മാത്രമേ അയാൾക്ക് ഉള്ളൂ. ബാക്ക് എഡ്ജ് അല്ല, ഐ തിങ്ക് ബാക്ക് എഡ്ജ് എന്ന് പറയുന്നത് അവരിവിടെ തെറ്റിച്ചെഴുതിയിരിക്കുകയാണ്. ബാക്ക് എഡ്ജ് അല്ല, ഓക്കെ, അത് ബാക്ക് എഡ്ജ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇതിന് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ക്രോസ് എഡ്ജ് ആണ് കേട്ടോ, ക്രോസ് എഡ്ജ് ആണ്. ബാക്ക് എഡ്ജും ക്രോസ് എഡ്ജും ഇല്ല എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ട്രീ എഡ്ജും ക്രോസ് എഡ്ജും മാത്രമായിരിക്കും അതിൽ ഉണ്ടാവുക എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പൊ എന്തായാലും അവർക്ക് തെറ്റിയതാണ്, അതൊന്നും നോക്കിക്കൊള്ളണം. അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ട്രീ എഡ്ജും ഉണ്ട്, ക്രോസ് എഡ്ജും ഉണ്ട്, അല്ലാതെ മറ്റ് എഡ്ജുകളൊന്നും ഇല്ല. അപ്പോ അത്രയേ ഉള്ളൂ നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വൺ is about articulation point. അതായത് ഒരു ഗ്രാഫിൽ നിന്ന് ഒരു വെർട്ടെക്സ് നിങ്ങൾ എടുത്തു കളഞ്ഞാൽ ഉടൻ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ആർട്ടിക്കുലേഷൻ വെർട്ടെക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ പോയിന്റ് ആയിരിക്കും. ആർട്ടിക്കുലേഷൻ പോയിന്റ് അല്ലെങ്കിൽ നമ്മളൊക്കെ ക്രിട്ടിക്കൽ പോയിന്റ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ആർട്ടിക്കുലേഷൻ പോയിന്റ് is in an undirected graph, graph is a vertex whose removal disconnects, whose removal disconnects G. അയാളുടെ റിമൂവല് ജിയെ ഡിസ്കണക്ട് ചെയ്യും. അതാണ് ആർട്ടിക്കുലേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കുലേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു. ഞാനൊരു ഗ്രാഫ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോ ഇതില് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ നമ്മൾ കളഞ്ഞു എന്ന് വിചാരിക്കാം. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ കളഞ്ഞു. ഇയാളെ കളയുമ്പോൾ ഇയാളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എഡ്ജ് ഓട്ടോമാറ്റിക്കലി പോകും. കാരണം ഇവിടെ തുടങ്ങിയിട്ട് അവസാനിക്കാൻ സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് ഇയാളെ കളയുമ്പോൾ ഇയാളുമായിട്ടുള്ള എഡ്ജ് ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ആവും. അങ്ങനെ ഈ ഗ്രാഫ് ഇങ്ങനെ ചെയ്യാം. അയാളെ കളഞ്ഞത് കൊണ്ട് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയില്ല.
ആ വെർട്ടെക്സിനെ കളഞ്ഞത് കൊണ്ട് ഗ്രാഫ് ഡിസ്കണക്ട് ആയില്ല. അപ്പോ ഈ കളഞ്ഞത് എന്തല്ല, ഒരു ആർട്ടിക്കുലേഷൻ പോയിന്റ് അല്ല. കളഞ്ഞത് ഒരു ആർട്ടിക്കുലേഷൻ പോയിന്റ് അല്ല. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പുള്ളിക്കാരനെ ഒന്ന് റിമൂവ് ചെയ്യാണ്. ഈ ഒരു പുള്ളിക്കാരനെ ഈ ഒരു ഞാൻ ഗ്രാഫിനെ ഒന്നും കൂടെ ആഡ് ചെയ്യാണ്. ഇങ്ങനെ ഒരു അഡിഷനും കൂടെ കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു വേർട്ടെക്സിനെ ഞാൻ റിമൂവ് ചെയ്യാണ്, ഈ ഒരു വെർട്ടെക്സിനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വെർട്ടെക്സിനെ റിമൂവ് ചെയ്യുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എഡ്ജുകളും അങ്ങ് താനെ പൊയ്ക്കോളും. അപ്പോ ഈ വെർട്ടെക്സ് ഈ വെർട്ടെക്സ് പോയി, അയാളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എല്ലാ എഡ്ജുകളും പോയി. പിന്നെ ഈ വെർട്ടെക്സും ഇവിടെ ഉണ്ടായിരുന്ന വെർട്ടെക്സ് ആണ് കളഞ്ഞത്. ഇയാൾക്കുള്ളായിരുന്ന എല്ലാ അസോസിയേഷനും പോയി. പിന്നെ ഉണ്ടാകുന്ന ഇയാൾ മാത്രം, ഈ ഒരു അസോസിയേഷൻ മാത്രമാണ്. ഇയാൾക്കാണ് ബാക്കി എല്ലാ എഡ്ജുമായിട്ട് അസോസിയേഷൻ ഉണ്ടായത്. അതുകൊണ്ട് ബാക്കി എല്ലാ എഡ്ജും പോയി. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ വെർട്ടെക്സ് കളഞ്ഞപ്പോ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് കണ്ടോ, പല പല കഷ്ണങ്ങളായിട്ട് ഡിസ്കണക്ട് ആയിപ്പോയി. അപ്പോ ഇയാള് ആർട്ടിക്കുലേഷൻ പോയിന്റ്, ഇയാള് ഒരു ആർട്ടിക്കുലേഷൻ പോയിന്റ് ആണ്. ആർട്ടിക്കുലേഷൻ പോയിന്റ് കഴിഞ്ഞു. ഇതാണ് ആർട്ടിക്കുലേഷൻ പോയിന്റിനെ പറ്റി പറയാനുള്ളത്. അയാളുടെ റിമൂവൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിന്റെ ഡിസ്കണക്ഷന് കാരണമാകും. അതുകൊണ്ട് അയാള് ആർട്ടിക്കുലേഷൻ പോയിന്റ്. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഈ 2 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 2 നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 1 3 എന്ന് പറയുന്ന ഒരു കഷ്ണം, 5 4 എന്ന് പറയുന്ന കഷ്ണം കണക്റ്റഡ് ടു ഈ ഒരു കഷ്ണം ഡിസ്കണക്റ്റഡ് ആവും. അതേപോലെ 4 റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഡിസ്കണക്റ്റഡ് ആവും, 6 റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഡിസ്കണക്റ്റഡ് ആവും. അപ്പൊ ദേ ആർ കോൾഡ് ആർട്ടിക്കുലേഷൻ പോയിന്റ്. 2 4 6 എന്ന് പറയുന്നത് നിങ്ങളുടെ ആർട്ടിക്കുലേഷൻ പോയിന്റ്, നിങ്ങളുടെ ആർട്ടിക്കുലേഷൻ പോയിന്റുകളാണ്. ഇനി അടുത്ത ഡെഫിനിഷൻ, വാട്ട് ഇസ് എ ബൈകണക്റ്റഡ് കമ്പോണന്റ്. അതായത് a biconnected component definition, a biconnected component is a maximal set of edges, so that any two edges are on a common cycle. അതായത് ഒരു ഗ്രാഫിന്റെ ബൈകണക്റ്റഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഡ്ജുകളുടെ ഒരു കളക്ഷൻ ആണ്. ഒരു സ്പെസിഫിക് എല്ലാ എഡ്ജുകളുടെയും കളക്ഷൻ അല്ല, അതിന്റെ അകത്ത് കുറച്ച് എഡ്ജുകളുടെ കളക്ഷൻ ആണ്. സച്ച് ദാറ്റ് അതിൽ ഏത് രണ്ട് എഡ്ജ് എടുത്താലും അതൊരു കോമൺ സൈക്കിളിന്റെ അകത്തുള്ളതായിരിക്കണം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ 1 3 2 എന്ന് പറയുന്ന ഈ ഒരു കമ്പോണന്റ് നോക്കുക. 1 3 2 ഈ ഡോട്ടഡ് സർക്കിളിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ നിങ്ങൾ ഏത് 3 എഡ്ജ് ഉണ്ട്, ഏത് എഡ്ജ് വേണോ എടുത്തോ. 1 2 എന്ന് പറയുന്ന എഡ്ജും 1 3 എന്ന് പറയുന്ന എഡ്ജും. ഇവര് രണ്ടുപേരും ഒരു സൈക്കിളിൽ ഉൾപ്പെട്ടവരാണ്. ഈ ഒരു സൈക്കിളിൽ ഉൾപ്പെട്ടവരാണ്. സിമിലർലി 2 5 4 എന്ന് പറയുന്ന ഈ ഒരു കമ്പോണന്റ് എടുത്താലും ഒരു സൈക്കിളിൽ ഉൾപ്പെട്ടവരാണ്. ഇനി അടുത്ത ഈ ഒരു കമ്പോണന്റ് എടുത്തതാ, ഇയാളെയും എടുത്തോ, ഇയാളെ എടുത്തോ. രണ്ടുപേരും ഒരു കോമൺ സൈക്കിളിലുള്ളതാണ്. ഇനി വേണ്ട, ഇയാളെ എടുത്തോ നോക്കിക്കോ. ഇയാളെ എടുത്തോ. ഇവര് രണ്ടുപേരും ഒരു കോമൺ സൈക്കിളിലുള്ളതാണ്. ഇതാണ് ബൈകണക്റ്റഡ് കമ്പോണന്റ്. അതായത് ഒരു ഗ്രാഫിന്റെ ഒരു കഷ്ണമാണ്, ഒരു സബ് ഗ്രാഫാണ്. സച്ച് ദാറ്റ് ആ സബ് ഗ്രാഫില് ഏത് രണ്ട് ആൾക്കാരെ എടുത്താലും അവര് രണ്ടുപേരും ഒരു സൈക്കിളിന്റെ അകത്തായിരിക്കും കിടക്കുന്നത്. ആ രണ്ടിന്റെ ഏത് എഡ്ജ് എടുത്താലും ആ രണ്ട് എഡ്ജുകളും ഒരു സൈക്കിളിന്റെ അകത്തായിട്ട് കിടക്കുന്നത്. അയാളാണ് നിങ്ങളുടെ ബൈകണക്റ്റഡ് കമ്പോണന്റ്. ഇതൊക്കെ ഉള്ളത് ഡയറക്ഷൻ ഇല്ലാത്ത ഗ്രാഫുകൾക്കാണ്. ഡയറക്ഷൻ ഉള്ള ഗ്രാഫുകൾക്ക് പറയാറില്ല, ഡയറക്ഷൻ ഇല്ലാത്ത ഗ്രാഫുകൾക്കാണ്. കഴിഞ്ഞു. ഇനി അടുത്ത ഡെഫിനിഷൻ, കുറച്ച് ഡെഫിനിഷൻസ് ഇങ്ങനെ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. നെക്സ്റ്റ്, a directed graph is strongly connected.
A directed graph is strongly connected if there is a path between, if there is a path between, if there is a path between, there is a path between all pairs of vertices, all pairs of vertices. ഡയറക്റ്റഡ് ഗ്രാഫ് സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഏത് രണ്ട് വേർട്ടക്സ് എടുത്താലും ആ രണ്ട് വേർട്ടക്സിന് ചുറ്റും ആ ഒരു വേർട്ടക്സിൽ നിന്ന് മറ്റൊരു വേർട്ടക്സിലേക്ക് പോകാൻ പാത്ത് വേണം. നിങ്ങൾ നോക്കുക, ഈ ഡയറക്ഷൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റഡ് ഗ്രാഫിൽ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പോകുന്ന ഡയറക്ഷൻ പ്രശ്നമാണ്. അതായത് ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ 1 2 3 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് വലിച്ചു. ഇയാളുടെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഇയാളുടെ ഡയറക്ഷൻ ഇങ്ങോട്ടും കണ്ടല്ലോ, ഇങ്ങനെയാണ് വരച്ചു വെച്ചേക്കുന്നത് ഡയറക്റ്റ് ഗ്രാഫ്. ഇവിടെ 1ൽ നിന്ന് 3യിലേക്ക് പോകാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കും. പറ്റില്ല. 1ൽ നിന്ന് 2യിലേക്ക് പോകാം, പക്ഷെ 2ൽ നിന്ന് 3യിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഗ്രാഫ് പോകുന്നത്, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇയാൾ ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫ് അല്ല. ഇയാളൊരു സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫ് അല്ല. സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ ഒരു പാത്ത് വേണം. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ നമുക്കൊരു പാത്ത് വേണം. നൗ സേ ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരെണ്ണം പറയാം. 1 2 നോക്കുക. ഇതാണ് ഒരു ഗ്രാഫ്. ഇവിടെ 1ൽ നിന്ന് 3യിലേക്ക് പോണ വഴിയുണ്ട്. 1ൽ നിന്ന് 2യിലേക്ക് പോകാൻ, 2ൽ നിന്ന് 3യിലേക്ക് പോകാം. 1ൽ നിന്ന് 4ലേക്ക് പോണ വഴിയുണ്ട്. 1ൽ നിന്ന് 2യിലേക്ക് പോകാൻ, 2ൽ നിന്ന് 3യിലേക്ക് പോകാം, 3ൽ നിന്ന് 4ലേക്ക് പോകാം. അപ്പൊ ഇതിന്റെ അകത്ത് ഏത് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ നമുക്ക് വഴിയുണ്ട്. Therefore this is called a strongly connected graph. This is called a strongly connected graph. Called a strongly connected graph. കാര്യം കഴിഞ്ഞു. അപ്പൊ അത്രയേ ഉള്ളൂ സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫിനെ കുറിച്ച്. അതിനുശേഷം അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. എന്താണ് ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്? ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് abbreviated as SCC, of a directed graph, directed graph is a maximal strongly connected subgraph. Is a maximal strongly connected subgraph. കണക്റ്റഡ് സബ്ഗ്രാഫ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രാഫ്, ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കണക്റ്റഡ് ആയിരിക്കത്തില്ല. സാരമില്ല, സ്ട്രോങ്ലി കണക്റ്റഡ് ആയിരിക്കത്തില്ല, കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്ട്രോങ്ലി കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന ഏറ്റവും വലിയ സബ്ഗ്രാഫിനെ എടുക്കുക. ഓക്കെ, ഏറ്റവും വലിയ സബ്ഗ്രാഫിനെ എടുക്കുക. അയാളെയാണ് നമ്മൾ സ്ട്രോങ്ലി കണക്റ്റഡ് സബ്ഗ്രാഫ്, സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ട്. അത് ചിലപ്പോൾ സ്ട്രോങ്ലി കണക്റ്റഡ് ആയിരിക്കാം, ആകാതിരിക്കാം, അത് വിഷയമില്ല. ആ കൂട്ടത്തിൽ അതിന്റെ അകത്ത് അതിന്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ അതിന്റെ ഒരു സബ്ഗ്രാഫ് എടുക്കുക, സച്ച് ദാറ്റ് അയാൾ സ്ട്രോങ്ലി കണക്റ്റഡ് ആയിട്ട് എടുക്കും. സ്ട്രോങ്ലി കണക്റ്റഡ് ആയിരിക്കണം. സപ്പോസ് സബ്ഗ്രാഫ് എടുക്കുമ്പോൾ ഏറ്റവും വലുത് നോക്കി എടുക്കണം. അതാണ് ഈ മാക്സിമൽ എന്ന് പറയുന്നത്. മാക്സിമൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. നമുക്ക് 1 2 3. അപ്പൊ നമ്മൾ ഇയാളെ എടുത്തു, ഇവിടെ നിന്ന് ഇയാളെ എടുത്തു. ഇയാൾ സത്യം പറഞ്ഞാൽ സ്ട്രോങ്ലി കണക്റ്റഡ് അല്ല, പക്ഷെ ഇയാളുടെ സബ്ഗ്രാഫ് ഞാൻ എടുക്കുകയാണ്. 1 2 എന്ന് പറയുന്ന ഒരു സബ്ഗ്രാഫ്. ഇയാൾ സ്ട്രോങ്ലി കണക്റ്റഡ് അല്ലേ? ആകെപ്പാടെ രണ്ട് പേരേ ഉള്ളൂ. ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് പോകാൻ വഴി ഉണ്ട് താൻ. അപ്പൊ ദിസ് ഇസ് എ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. ഇതിനേക്കാൾ വലുതായിട്ട് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. വേറൊരെണ്ണം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഇനി
ഇയാളുടെ മറ്റൊരു കഷ്ണം 2-ൽ നിന്ന് 3-ലേക്ക്. ഇയാളും സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. ഇയാളും സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് ആണ്. ഇതിനേക്കാൾ വലുത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇതിനേക്കാൾ വലുത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ദിസ് ഇസ് ഓൾസോ എ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. അടുത്ത എക്സാമ്പിൾ. നിങ്ങൾ നോക്കുക, ഇത് സ്ട്രോങ്ലി കണക്റ്റഡ് ഒന്നുമല്ല. കാരണം 1-ൽ നിന്ന് 4-ലേക്ക് പോകാൻ വഴിയില്ല. 1, 2, 2, 3, 3-ൽ നിന്ന് 4-ലേക്ക് പോകാൻ വഴിയില്ല. 4-ൽ നിന്ന് 3-ലോട്ടാണ് വെർട്ടെക്സ്. അപ്പൊ ഇയാൾ സ്ട്രോങ്ലി കണക്റ്റഡ് അല്ല. ഇനി ഇയാളുടെ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റുകളെ നോക്കാം. 1, 2, 3 നോക്കുക. സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റുകളാണ് ഇത്. ഇത് കണ്ടല്ലോ, സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. ഇതാ 1, 2 പോവാം, 2-ൽ നിന്ന് 3 പോവാം. എല്ലാം ഓക്കെ ആണ്. Okay, this is a strongly connected component. This is a strongly connected component. Done. അപ്പൊ ഇനി നോക്കുകയാണെങ്കിൽ 4-ഉം 3-യും ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് ആണ്. 4-ഉം 3-യും ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് ആണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്സ്. സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്സിനെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, ഡൺ.